അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. നമസ്കാരം. യോഗക്ഷേമ സഭ എറണാകുളം ജില്ലാ യുവജന വിഭാഗത്തിന്റെ വെബിനാർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരത സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ശ്രൗത സംസ്കാരം എന്നത്. ഭാരതത്തിൽ പ്രധാനമായും 7 തരം യാഗങ്ങളാണ് നടത്തുന്നത്. കേരളത്തിന്റെ യജ്ഞസംസ്കാരം അനുസരിച്ച് പ്രധാനമായും 2 തരം യാഗങ്ങളാണ് നടത്തപ്പെടുന്നത്. അഗ്നിഷ്ടോമം അഥവാ സോമയാഗവും അഗ്നി എന്നാദ്രാത്രവും. യാഗങ്ങൾ എന്നത് പ്രകൃതിയെ അറിയലും ഉപാസനയുമാണ്. പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നുമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തപ്പെടുന്ന ക്രിയാകലാപങ്ങളാണ് യാഗങ്ങൾ എന്നത്. അദ്രാത്രത്തിലെ ചിതി എന്നത് പ്രപഞ്ചത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്നു. ഈ യജ്ഞ സംസ്കാരം എങ്ങനെ ഉടലെടുത്തു, ക്രിയയ്ക്ക് എങ്ങനെ പ്രാധാന്യം ലഭിച്ചു എന്നതും ഇവയുടെ ഹെറിറ്റേജും എങ്ങനെ ഇവ ഡെവലപ്പായി എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊരു എക്സ്പ്ലനേഷനാണ് ഈ സെഷൻ. ഇതിനായി ഇവിടെ പ്രഗത്ഭരായ 2 പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ മിഥുൻ സി നീലകണ്ഠനും ജിതേന്ദ്രനും. രണ്ടാളും ചെറുമുക്ക് വൈദ്യരാണ്. ആദ്യമായി മിഥുനേട്ടനെ, ചെറുമുക്ക് വൈദികനായ ഡോക്ടർ മിഥുൻ സി നീലകണ്ഠനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏട്ടൻ IFA ഇൻ റൊമാനിയയിലെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. അതുപോലെ നാസയുടെ പ്രൊജക്റ്റുകളിൽ പാർട്ടായിട്ടുണ്ട്. ഇമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. ഏട്ടനെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അടുത്ത ജിത്തു ആണ്, ജിതേന്ദ്രൻ. അദ്ദേഹം 2016 അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സോമയാഗത്തിൽ ഋത്വിക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശ്രൗത സംസ്കാരത്തെ പറ്റി, അതിൻ്റെ ഹിസ്റ്ററിയിൽ ആഴത്തിൽ പോയി എങ്ങനെ യജ്ഞ സംസ്കാരം ഉണ്ടായി എന്നതും ആഴത്തിൽ പഠനം നടത്തി വരുന്ന ഒരാളാണ്. ജിതേന്ദ്രനെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ യോഗത്തിൻ്റെ അധ്യക്ഷ ദേവകിയപ്പോളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ സഭാംഗങ്ങളെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനായി ദേവകിയപ്പോളെ സ്വാഗതം ചെയ്യുന്നു. ഇവർക്കും നമസ്കാരം. എറണാകുളം ജില്ലാ യോഗക്ഷേമ സഭ യുവജന സഭയുടെ സർവേ ഭവന്തു സുഖന എന്ന വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ഈ സെഷൻ ലോകോപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചൂസ് ചെയ്ത് അത് നമ്മുടെ യുവജനങ്ങളിലേക്കും സഭാംഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു സൽക്കർമ്മത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം തീർച്ചയായിട്ടും ഒരു വ്യക്തി അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങളും കർമ്മങ്ങളും വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് ആധ്യാത്മികമായും അതുപോലെ ലൗകികമായുള്ള സുഖങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുകയുള്ളൂ. അതിന് അതായത് പ്രകൃതിയും പുരുഷനും പഞ്ചഭൂതങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ളൊരു ബാലൻസ് ആണ് എപ്പോഴും നമ്മളെ ഒരു സുഖത്തിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും എന്തിനാണ് ജീവിതം? സുഖം ലഭിക്കാൻ തന്നെയാണ്. സോ നമ്മൾ ചെയ്യേണ്ട ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി പോയാലേ നമുക്ക് അതിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പല എക്സാമ്പിൾസും ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സെഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നമ്മളിലുള്ള വലിയ പൊട്ടൻഷ്യൽസ് നമുക്ക് ഈ 2 വ്യക്തികളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അത് തീർച്ചയായിട്ടും സ്വധർമ്മേ നിധനം ശ്രേയ. നമ്മുടെ ധർമ്മങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് അതിലൊരു സൗഖ്യം ലഭിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഈ സെഷൻസ് കൈകാര്യം ചെയ്യുന്നത് അതിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള 2 പേര് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും. നമുക്ക് വളരെ നല്ലൊരു സെഷൻ അവരിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ മിഥുൻ സി നീലകണ്ഠൻ, അതുപോലെ തന്നെ ജിതേന്ദ്രൻ CS, 2 പേരെയും ഞാൻ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും വളരെ എന്താ പറയാ, ഒരു സയൻസ് സബ്ജക്റ്റ് അല്ലാണ്ട് വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമാണ്. ക്ലാസ് എടുക്കലോ അല്ലെങ്കിൽ ഒരു സെഷൻ കൊടുക്കലോ ഒക്കെ ആദ്യമാണ്. അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് പരിചയക്കുറവുകൾ ക്ഷമിക്കുക. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് 2 ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗത്തിൽ യജ്ഞ സംസ്കാരത്തിന്റെ ഒരു ഹിസ്റ്ററിയും, എങ്ങനെ ഈ യജ്ഞ സംസ്കാരം ഭാരതത്തിലെത്തി, അല്ലെങ്കിൽ ഭാരതത്തിലെത്തി എന്നല്ല, ഭാരതം ഉള്ള സ്ഥലത്താണ് യജ്ഞ സംസ്കാരം ഉള്ളത്. ഭാരതം എന്ന് പറയുന്നത് യജ്ഞ സംസ്കാരത്തിന്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഭരതന്റെ ഭൂമി അല്ലെങ്കിൽ ആ ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ആ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ കുറച്ച് ആന്ത്രപ്പോളജി പാർട്ടും, ആന്ത്രപ്പോളജി എന്നുള്ള ഒരു ടെക്നിക്കൽ ലെവലിലേക്ക് പോകണില്ല വെച്ചാലും ആ ഒരു സമ്പ്രദായത്തില് ആദ്യത്തെ ഭാഗം ജിതേന്ദ്രൻ പറയും. അത് കഴിഞ്ഞിട്ട് യാഗം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എന്തുകൊണ്ട് കേരളത്തില് 2 യാഗം, അതായത് ആദ്യത്തേതായിട്ടുള്ള അഗ്നിഷ്ടോമവും അവസാനത്തേതായിട്ടുള്ള അതിരാത്രവും മാത്രമായിട്ട് നിന്നു. അതുകൂടാതെ അതിന്റെ എന്താണ് ഇന്നത്തെ യാഗങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥ യാഗം എന്താണ് എന്നതിനെ കുറിച്ച് രണ്ടാമത്തെ സെഷനായിട്ട് ഞാനും സംസാരിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും എപ്പോഴും ഹാൻഡ് റൈസ് ചെയ്യാം, ഇന്ററപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാം ഇത്, റദർ ദാൻ ഒരു ക്ലാസ് മാത്രമായി എടുക്കുന്നതിന് പകരം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ ഭാഗം സംസാരിക്കാനായിട്ട് ഞാൻ ജിതേന്ദ്രനോട് പറയുകയാണ്. നമഃശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ വിശുദ്ധാനന്ദ രൂപായ ദക്ഷിണാമൂർത്തയെ നമഃ. ഇപ്പൊ മിഥുനേട്ടന്റെ കാര്യം പറഞ്ഞാൽ മിഥുനേട്ടൻ കുറച്ചെങ്കിലും സയൻസിനെ പറ്റിയിട്ടെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടായിണ്ടാവും. ഞാൻ അത്രയും കൂടി സംസാരിച്ചിട്ടില്ല. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് വളരെ ഒരു സർഫസ് ലെവൽ നോളജേ ഉള്ളൂ. ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത്രത്തോളം അതിനെ ഇരട്ടിയുടെ പിന്നെയും പഠിക്കാൻ കിടക്കുകയാണ്. എന്റെ പഠനം ഒരിക്കലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായി വായിച്ചുകൊണ്ടുള്ള അറിവല്ല. എവിടുന്നെങ്കിലും ഒക്കെ ഒരു സോഴ്സ് കിട്ടിയാൽ പിന്നെ അതിലേക്ക് ഡീപ്പായിട്ട് പോകും. അത്രേ ഞാൻ ചെയ്തുള്ളൂ. യജ്ഞ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ആരാധനാവിധികളുടെയും പിതാവായിട്ട് വേണം കാണാൻ. കാരണം ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ ആരാധിക്കുന്നത് പോലെയല്ല ഒരു യജ്ഞം നടത്തുക അല്ലെങ്കിൽ അഗ്നിദേവനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഇങ്ങനെ ഒരു യജ്ഞം നടത്തുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഇതിന്റെ മനുഷ്യരാശിയിൽ ആരെന്ത് ചെയ്താലും അതിനൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ ആൾക്കാർ ചെയ്യൂ. മനുഷ്യന്മാർക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്താൽ അതിനൊരു റിസൾട്ട് വേണം. അതാണ് മനുഷ്യന്മാരുടെ ക്വാളിറ്റി. അതൊരു ക്വാളിറ്റി ആണോ, അതൊരു ദുഷിച്ച സംഭവമാണോ എന്നുള്ള വേറെ ചർച്ച. എന്ത് ചെയ്താലും അതിനൊരു ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ട് വേണം. കാണാൻ പറ്റുന്ന റിസൾട്ട് വേണം, കാണാൻ പറ്റാത്തതുമായിട്ടുള്ള റിസൾട്ട് വേണം. അപ്പൊ എന്താണ് യജ്ഞത്തിന്റെ റിസൾട്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ എവിടെ നിന്നാണ് ഇത് വന്നത്, അല്ലെങ്കിൽ വന്നത് എന്നല്ല, എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോ ഞാൻ വളരെ ചുരുക്കത്തിൽ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് എനിക്ക് പോകാനുള്ള കഴിവില്ല. ഉള്ള കഴിവിൽ അത്രയും ഡീപ്പായിട്ട് ഞാൻ പോവാം, അത്രേ പറയുള്ളൂ. യജ്ഞ സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകമാനം ആകെ 2 മതങ്ങൾ എന്ന് തന്നെ പറയണം. ഇപ്പോൾ അതൊരു 2 മതങ്ങളായി മാറി. മതങ്ങളാണ് അഗ്നിദേവനെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അഗ്നിദേവനെ ദേവന്മാരെ, അതായത് ദേവന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ ദേവന്മാർ, അതായത് ഇന്ദ്രൻ,
വരുണൻ, മിത്രൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദേവതകൾ, മഹാവിഷ്ണു, ശിവൻ അങ്ങനെയല്ല, ചെറിയ ചെറിയ ദേവതമാരെ ആരാധിച്ചു വരുന്നത്. ആ രണ്ട് സംസ്കാരത്തിൽ ഒരു സംസ്കാരം നമ്മുടെ ഹിന്ദു സംസ്കാരവും, രണ്ടാമത്തെ സംസ്കാരം ഇറാനിയൻ മതവിഭാഗമായിട്ടുള്ള പാർസികൾ അല്ലെങ്കിൽ സൗരാഷ്ട്രന്മാർ അല്ലെങ്കിൽ സൊറാസ്ട്രിയൻസ് എന്നൊക്കെ പറയുന്ന രണ്ട് വിഭാഗങ്ങളാണ്. എന്താ പറയാ, ഈ അഗ്നിദേവനെ, മെയിനായിട്ട് അഗ്നിദേവനിലൂടെ മറ്റു ദേവതകളെ പൂജിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ലോകത്തിന്റെ രണ്ട് ഭാഗത്ത് കിടക്കുന്ന വൈരുദ്ധ്യം നിറഞ്ഞ, എന്നാൽ കാഴ്ചയിൽ ഏറ്റവും ഒന്നാണെന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ഒരേ ആരാധന രീതി പിന്തുടരുന്നത് എന്ന ചോദ്യം എന്നെ കൊണ്ടെത്തിച്ചത് ഹിറ്ററ്റ് സാമ്രാജ്യത്തിലാണ്. അത് മിഥുനേട്ടൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹിറ്ററ്റ് സാമ്രാജ്യം മിഡിൽ ഈസ്റ്റേൺ ഏരിയയിലെ ഒരു സാമ്രാജ്യമായിരുന്നു. അവിടെ ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ദ ഗ്രേറ്റ് ഡിലൂജ് അല്ലെങ്കിൽ മഹാപ്രളയം വരുന്നതിന് മുമ്പ്, അതായത് ഇന്ന് കാണുന്ന ലോകത്തിന്റെ സ്ട്രക്ചറേ അല്ല അന്ന്. ചിലപ്പോ അന്ന് ഒരു ഒറ്റ ദ്വീപായിരിക്കും. ഈ ജംബു ദ്വീപം എന്നൊക്കെ പറയുന്ന സങ്കല്പം ഒരുപക്ഷെ അവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ ആ മഹാപ്രളയത്തിന് മുൻപുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഹിറ്ററ്റ് സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിലെ ആൾക്കാർ ആണ് ശേഷം പാർസികളും ഹിന്ദുക്കളുമായി മാറിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് മാത്രമല്ല, നമുക്ക് ഇന്ന് അതിന്റെ വളരെ തെളിവാർന്ന എക്സാമ്പിൾസും ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൊറാസ്ട്രിയൻ ലാംഗ്വേജ് ആയിട്ടുള്ള അവസ്ഥ ലാംഗ്വേജും സംസ്കൃതവും തമ്മിലുള്ള സാമ്യം. സംസ്കൃതത്തില് റൂട്ട്സ് അല്ലെങ്കിൽ വേരുകൾ, ഒരു അക്ഷരത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിന് ഒരു വേരുണ്ടാവും. അതേ വേരുകളാണ് അവസ്ഥ എന്ന ലാംഗ്വേജ്. അവസ്ഥ എന്ന ലാംഗ്വേജ് ആരെങ്കിലും യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കുന്ന കഴിഞ്ഞാൽ, അതെ, അതന്നെയാണ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ രണ്ടാണെന്ന് പറയില്ല. അവരുടെ ഒരൊറ്റ വ്യത്യാസം, അവർക്ക് ഇറാനിയൻസിന് സ പറയാൻ പറ്റില്ല. സ എന്നുള്ള അക്ഷരം അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സിന്ധു നദീ സംസ്കാരം എന്ന് പറയുന്നത് അവര് പറഞ്ഞപ്പോൾ ഹിന്ദു എന്നായി. അങ്ങനെ ആവണം ഒരു പക്ഷെ നമുക്ക് നമ്മുടെ മതത്തിന്റെ പേര് തന്നെ കിട്ടിയത്. മതം എന്ന് പറയുന്നത് തെറ്റാണ്, എന്നാലും മതത്തിന്റെ പേര് തന്നെ കിട്ടിയത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സൗരാഷ്ട്രൻ അല്ലെങ്കിൽ സൗരരാഷ്ട്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ അല്ലെങ്കിൽ അഗ്നി എന്ന് പറയാം. സൗരരാഷ്ട്രം എന്ന് പറയുന്നത് തന്നെയാണ് സൊറാസ്ട്രിയൻ എന്ന് ശേഷം നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയത്. ഇവരുടെ ആദ്യത്തെ പ്രവാചകൻ 12,000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വിചാരിക്കുകയാണ്. മാനവരാശിയുടെ ആദ്യത്തെ പ്രവാചകനാണ്. ആദ്യത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞു വന്ന ആളുടെ പേര് സരതുഷ്ട്ര എന്നായിരുന്നു. സരതുഷ്ട്ര. ശേഷം ആ വാക്കിൽ നിന്നാണ് സൊറാസ്ട്രിയൻ അല്ലെങ്കിൽ സൗരാഷ്ട്രൻ എന്ന വാക്കുണ്ടായതെന്നും പറയുന്നുണ്ട്. ഇവരുടെ ദേവതകൾ ആരാണ്? ദേവതകൾ എന്ന് പറയുന്നത് ശരിയാണോ? അതും ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ആരാധിക്കുന്നത് ഇന്ദ്രദേവനെ, മിത്രനെ, എന്നിങ്ങനെയുള്ള നമ്മൾ നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദേവതകളെയാണ്. ഇതിന്റെ നേരെ ഒരു മിററാണ് സൊറാസ്ട്രിയൻസിലെ. സൊറാസ്ട്രിയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത അഹൂര മസ്ദ എന്നാണ് പറയാ. അഹൂര മസ്ദ എന്ന് പറഞ്ഞാൽ, അഹൂര എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് സ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അഹുര എന്ന് പറഞ്ഞാൽ അസുര എന്നാണ് അർത്ഥം. അപ്പൊ ഇവർ അസുരന്മാരെ ആരാധിക്കുന്ന ആൾക്കാരാണോ? അസുരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വളരെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ഒരു ഛായയാണ് അതിന് വരിക. അവരുടെ കണ്ണിൽ നോക്കിയാൽ അഹൂരമസ്ത ഏറ്റവും കാരുണ്യമുള്ളവനും നല്ലതിനെയും തിന്മയെയും വേർതിരിച്ച് കാണാൻ സഹായിക്കുന്നവനാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ എവിടെയാണ് നമ്മുടെ ദൈവിക സങ്കല്പങ്ങൾ കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ദേവന്മാരെ ആരാധിക്കുമ്പോൾ അവർ അഹൂരമസ്ത എന്ന് പറഞ്ഞ അസുരനെ ആരാധിക്കുന്നു. അതിൽ തെറ്റില്ല. കാരണം
ഭൂലോകത്തിന്റെ ചരിത്രം നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത് അതാണ് നമ്മുടെ ശരി, അതാണ് അതിന്റെ ശരി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു പ്രസന്റേഷൻ പോലെ 2-3 പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം കാണാം. ഇത് സ്ക്രീനിന്റെ ഇടത്ത് വശത്തുള്ളത് സൊറാസ്ട്രിയൻസിന്റെ അല്ലെങ്കിൽ പാർസികളുടെ ആരാധനയിലുള്ള ഒരു ഹോമകുണ്ഡം പോലെ ഒരു സാധനമാണ്, ഒരു ഏണാണ്, ഒരു ഫ്ലാസ്ക് ആണ്. ആ ഫ്ലാസ്കിൽ അവർ അഗ്നിയെ കൂട്ടി അതിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിക്കും. ഇത് കണ്ടിട്ട് വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ ഹോമം പോലെ തോന്നുന്നുണ്ടോ? കാരണം ഒരേ സംസ്കാരമാണ്, അതാണ് അർത്ഥം. വലത്ത് വശത്തുള്ളത് നമ്മളെ സോമയാഗം അല്ലെങ്കിൽ അതിരാത്രം എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഹോമകുണ്ടാണ്. ഇനി അടുത്തത് ഇതാണ് സൊറാസ്ട്രിയൻസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ അഹൂര മസ്ദ എന്ന് പറഞ്ഞ ദൈവം, അവരുടെ ദൈവമാണത്. ഇതിന്റെ ഒരു നേരൊരു മിറർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേറെ രൂപമാണ് നമ്മുടെ അഗ്നിച്ചിരി എന്ന് പറയുന്നത്, ഒരു പരുന്തിന്റെ രൂപം. ഈ താഴെ കാണുന്ന പിക്ചറിൽ ഇതൊക്കെയാണ് നമ്മളെ യാഗത്തിന് അല്ലെങ്കിൽ അതിരാത്രത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ. പൂർണ്ണമായും മരം കൊണ്ടും കളിമണ്ണും ഉപയോഗിച്ചുണ്ടാക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ടാണ് സാധാരണ നിലയിൽ നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുക. 100% അതിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഒരിക്കലും നമ്മള് ഒരു ആണി പോലും ഒരു പക്ഷെ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പിന്നെ അടുത്തുള്ളത് ഞാനിത് കാണിക്കുന്നത് നമ്മുടെ ഈ പാർസികളുടെയും നമ്മുടെ വേദിക് ഹിന്ദുസിന്റെയും കൾച്ചർ എത്രത്തോളം സിമിലർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മനസ്സിൽ കണ്ട് കാണാം. ഇടത്ത് വശത്തുള്ളത് ഒരു പാർസി കുടുംബം അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിക്കുന്നതാണ് കാണുന്നത്. വലത്ത് വശത്തുള്ളത് 2016 എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും യാഗം നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഹുതിയാണ് വലത്ത് വശത്ത് കാണുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം, അതായത് ഞാൻ ചാറ്റിലിടാം. നിങ്ങളിത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു 45 മിനിറ്റ് സ്പെയർ ചെയ്ത് ഇത് കാണണം. ഇത് ഫ്രിറ്റ്സ് സ്റ്റോൾ എന്ന് പറഞ്ഞ ഒരു ഗവേഷകൻ, അദ്ദേഹം കേരളത്തിൽ വരികയും കേരളത്തിൽ നടന്ന 1970-കളിലെ അതിരാത്രമായിട്ടുള്ള പാഞ്ഞാൾ അതിരാത്രം, അത് ഈ മിഥുനേട്ടന്റെ മുത്തശ്ശന്റെ അതിരാത്രമായിരുന്നു. അദ്ദേഹം അതിന്റെ ഡോക്യുമെന്ററി എടുക്കുകയും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഒരു വെസ്റ്റേൺ പോയിന്റ് ഓഫ് വ്യൂ ഈ യജ്ഞ സംസ്കാരത്തെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ദേവന്മാരെ ആരാധിക്കുന്ന നമ്മളും അസുരന്മാരെ ആരാധിക്കുന്ന അവരും. ഇത് ശരിക്ക് ആദ്യകാലം മുതൽ ഇങ്ങനെയല്ല. കാരണം എല്ലാവരും ദേവന്മാരെ തന്നെയാണ് ആരാധിച്ചിരുന്നത്. പാർസി വംശജര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പാർസി വംശജര് അവരുടെ 2 രാജാക്കന്മാർ, ഒന്ന് സൈറസ് പിന്നെ ഒന്ന് ദറയസ്, അങ്ങനെ 2 രാജാക്കന്മാരാണുള്ളത്. അവരുടെ പൊളിറ്റിക്സ് ആണോ അതോ അവർക്ക് രാജ്യം ഭരിക്കാനുള്ള ഒരു ടൂളായിട്ടാണോ എന്താ അറിയില്ല, അവർ പറഞ്ഞു പറ്റിയതാണ് ഈ അസുരന്മാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ദേവന്മാരെയല്ല, ദേവന്മാർ നീചന്മാരാണ്, അവരെ നമ്മൾ അവഗണിക്കണം. കാരണം നോക്കൂ, അപ്പുറത്ത് കിടക്കുന്നവർ ദേവന്മാരെ ആചരിക്കുന്നത്. അപ്പൊ 2 കൂട്ടരും ഒരാളെ ആചരിച്ചാൽ ശരിയല്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അസുരന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പരത്തിയത് ശരിക്ക് സൈറസ് പിന്നെ ദറയസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാക്കന്മാരാണ്. ഈ 2 കൾച്ചറിന്റെയും ഇന്റർലിങ്കിങ് ശരിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇറാനിയൻ അല്ലെങ്കിൽ റോമൻ രാജാക്കന്മാർക്ക് പോലും ഒരു സംസ്കൃത നാമം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
സെർക്സീസ് എന്ന് പറഞ്ഞ രാജാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. സെർക്സീസ് എന്ന് പറഞ്ഞ ഒരു റോമൻ എംപറർ ആണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ക്ഷയൻ എന്നായിരുന്നു. ക്ഷയൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ക്ഷയം തരുന്നവൻ അല്ലെങ്കിൽ ക്ഷയത്തെ പരിപാലിക്കുന്നവൻ എന്നാണ് അർത്ഥം. പിന്നെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആര്യംന എന്ന് പറഞ്ഞ രാജാവ് റോമൻ അല്ലെങ്കിൽ റോമൻ രാജവംശത്തിൽപ്പെട്ടുള്ള ആര്യംന. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സംസ്കൃതത്തിൽ പേര് ആര്യരമണൻ എന്നായിരുന്നു. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിന്റെ കിടപ്പ് എന്നുള്ളത് വളരെ വളരെ ചിന്തനീയമാണ്. അടുത്തത് യാഗം, യജ്ഞം എന്ന ക്രിയകളുടെ എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് സംസാരിക്കാൻ ഞാൻ മിഥുൻ നീലകണ്ഠനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജിതേന്ദ്രൻ വളരെ വിശദമായിട്ട് തന്നെ എന്താണ് ഇപ്പൊ വെസ്റ്റേണേഴ്സ് ഇൻഡോ യൂറോപ്യൻ കൾച്ചർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ലോപിപ്പിച്ചു വച്ചിട്ടുള്ള ആ വാക്കിനുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നു. അപ്പോ ഒരു ഹിറ്ററ്റ് സാമ്രാജ്യം മുതൽ നമ്മുടെ യജ്ഞ സംസ്കാരം അല്ലെങ്കിൽ അഗ്നിയെ ആരാധിച്ചു വന്നിരുന്നതും ആ ഹിറ്ററ്റ് സാമ്രാജ്യത്തിൽ നിന്നുള്ള 2 സ്റ്റോണ്ട് സൗരാഷ്ട്രന്മാരും സിന്ധു നദീതടത്തിലുള്ള അതായത് ഹിന്ദുക്കളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തന്നു. ഇനി അടുത്തതായിട്ട് ഇപ്പൊ പറഞ്ഞു വെച്ചു നമ്മൾ ദേവന്മാരെ ആരാധിക്കണോ. അതിലെ പ്രധാന ദേവന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, പൂഷ്ണൻ, സോമൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സോമൻ. ഇത്രയും ദേവതകളും ഇവരുടെ ഒപ്പമുള്ള ബാക്കിയുള്ള ദേവതകളായിട്ട് എത്ര ദേവതകളുണ്ട് എന്ന് നമുക്ക് ഇപ്പൊ പറയാനറിയില്ല. ഏതാണ്ട് നമ്മള് യാഗത്തിലെയൊക്കെ ആദ്യത്തെ ദേവതാ പരിഗ്രഹണം നോക്കിക്കഴിഞ്ഞാൽ അതില് 87 ദേവതകളെ അവിടെ വരിച്ചിരിക്കണതായിട്ട് കാണാം. ഇനി അതിരാത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 111 ആവും. അപ്പോ എത്ര ദേവതകളുണ്ട് എന്നറിയില്ല. എന്നാലും അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുകയാണ് ഓരോ ദേവതകൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. സോ അവര് ആ സ്പെസിഫിക് ആ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് അവര് ഇരിക്കണത്. ഇപ്പൊ ബ്രാഹ്മണങ്ങൾ നോക്കുക, കൗശീതകി ബ്രാഹ്മണങ്ങൾ നോക്കിയാൽ കാണാം അശ്വിനി ദേവതകള്, മരുന്നിന്റെ അധിപരായിട്ടുള്ള അശ്വിനി ദേവതകള്, അല്ലെങ്കിൽ എന്താ പറയാ ആയുധവും ഭക്ഷണവും കയ്യിൽ വെച്ചിട്ട് ലോകത്തെ സംരക്ഷിച്ചു നിർത്തണം. ജനങ്ങളെ എന്ന് പറയാൻ വയ്യ, പ്രജകളെ സംരക്ഷിച്ചു നിർത്തണ ഏകാദശ രുദ്രന്മാര്, ഇങ്ങനെ ദേവതകളുണ്ട്. അപ്പൊ ഇവരെ പ്രത്യക്ഷമായിട്ട് അഗ്നിയെ ഒരു മീഡിയേറ്റർ ആയിട്ട് എടുത്ത് ആരാധിക്കുക എന്നുള്ളത് വളരെ അതായത് പല രൂപത്തില് ആരാധിച്ചു വന്നു. പല സമ്പ്രദായത്തിൽ ചെറിയ ഹോമങ്ങളായിട്ട് ഇനീഷ്യലി ആരാധിച്ചു വന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു വേദ കാലഘട്ടം, അതായത് വേദങ്ങള് 4ആയി സ്പ്ലിറ്റ് ചെയ്യണ കാലഘട്ടം. അത് ഏതാണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, വേദത്തിലെ സൂചനകൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് BC 6000 മുതൽ BC 4000 വരെയാണ് എന്നാ പറയണത്. ചില ചരിത്രകാരന്മാർ അതിനോട് യോജിക്കണില്ല. പക്ഷെ അവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഋഗ്വേദത്തില് ആണിയെ കുറിച്ച് പറയണില്ല അല്ലെങ്കിൽ ഇരുമ്പിനെ കുറിച്ച് പറയണില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. ഓക്കെ, അതുകൊണ്ട് ഈ കാലഘട്ടം എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് എന്താന്നുള്ളത് ഇനി ചോദ്യം വരികയാണെങ്കിൽ ഞാൻ പറയാം, വളരെ വിശദമായി പറഞ്ഞുതരാം. എങ്ങനെ ഈ കോൺഫ്ലിക്റ്റുകളെ ഏറെക്കുറെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി. ഓക്കെ, എനിവേ, അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേവതകൾക്കും ആയിട്ടുള്ള ഹോമങ്ങളും ഹോമ സംസ്കാരങ്ങളും നിലനിന്നു. അപ്പൊ അന്ന് എന്താ ദേവതകൾക്ക് ഓഫർ ചെയ്യണത് ഏറ്റവും ഫ്രഷ് ആയിട്ടും ഏറ്റവും വെൽ പ്രോസസ്ഡും ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അതിന് ഏറ്റവും ഉത്തമം 1 ആജ്യം, 2 പുരോടാശങ്ങള്,
3 ചരു, ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് സോമം. ഇങ്ങനെ 4ആണ് എന്നുള്ളൊരു തിയറിയിലേക്ക് എത്തി. ഈ തിയറി പ്രകാരം ഒരു ഇഷ്ടി എന്ന് പറഞ്ഞ അഗ്നിഹോത്രം ഇഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള രൂപം ഉണ്ടായി. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയായിരിക്കും എന്താ പറയാ അഗ്നിക്ക് 3 രൂപമുണ്ട്. അഗ്നിദേവനെ തന്നെ 3 രൂപത്തിൽ ആയിട്ട് സങ്കല്പിക്കും. അഗ്നയെ പവമാന പാവക ശുചി എന്ന് പറയും. അതായത് അഗ്നിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പവമാനം, രണ്ടാമത് അഗ്നി പാവകം, മൂന്നാമത്തെ ശുചിയാഗ്നി. അതായത് ഈവിൽ ഇൻഫ്ലുവൻസസ് എന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ശുചിയാഗ്നി. പവമാനാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹവനീയത്തില്, അതായത് ജിഹ്വ, ദേവന്മാർക്ക് ഹവിസിനെ കൊണ്ടുകൊടുക്കണ ജിഹ്വ ആയി പ്രവർത്തിക്കുന്ന അഗ്നിയാണ് പവമാനാഗ്നി. പാവകാഗ്നി എന്ന് പറഞ്ഞാൽ ഈ ഇതിനെയൊക്കെ പ്രോസസ് ചെയ്യാൻ, അതായത് ഒരു കിച്ചൺ ഫയർ എന്ന് നമുക്ക് സിംപിളി പറയാം, അടുക്കളയിലുള്ള തീ. ഓക്കെ, ഇങ്ങനെ 3 രൂപമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഈ ഫുഡിനെ പ്രോസസ് ചെയ്യുക, ഏറ്റവും പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ട് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ പ്രോസസ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ ഈ ഹോമത്തിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആയി. അതിനെ പറയണ പേരാണ് ഇഷ്ടി എന്ന്. അപ്പൊ ഓരോ ദേവതകൾക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ദേവതകൾക്കും ആയിട്ട് ഒരു വെൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയാരൂപം വന്നു. അതായത് ഓരോ ദേവതകൾക്കും ഓരോ ഇഷ്ടികൾ വന്നു. ലേറ്റർ ഏതാണ്ട് BC 6000 അവസാനങ്ങളിലായിരിക്കും ഈ 16 ഇഷ്ടികൾ ഒരുമിച്ചായിട്ട് അതിൽ ഏറ്റവും അവസാനമായിട്ട് സോമം എന്നുള്ള ഒരു ദ്രവ്യത്തെ കൂടി ഹോമിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടാണ് സോമയാഗം എന്നല്ല പറയണ, സോമയജ്ഞങ്ങൾ ഉടലെടുക്കണം. ഈ സോമയജ്ഞങ്ങളുടെ അവസാനത്തില് നമ്മള് ഈ പ്രകൃതിയെ, അതായത് പ്രകൃതി ശക്തികളെ കൺട്രോൾ ചെയ്യാനും എനിക്ക് ഏറ്റവും നല്ല വിളവ് തരാനും എൻ്റെ ഗോക്കളെയും പ്രജകളെയും സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ദേവതകളോട് വയ്ക്കുകയാണ്. ഓക്കെ, ആ ദേവതകളോട് ആവശ്യങ്ങൾ പറയണത് ശസ്ത്രരൂപത്തിലും, അതായത് ഋഗ്വേദ പ്രയോഗങ്ങളായിട്ടുള്ള ശസ്ത്രരൂപത്തിലും, അതേപോലെ ദേവതകളെ സന്തോഷിപ്പിക്കാനുള്ള സാമഗാന രൂപങ്ങളിലുമാണ്. ഇതും കൂടി ഈ അതായത് സോമയജ്ഞങ്ങളുടെ ഒപ്പം ചേർന്ന് വരുമ്പോഴാണ് അതൊരു യാഗം എന്നുള്ള ഒരു രൂപത്തിൽ അതിനൊരു കംപ്ലീറ്റ്നെസ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രാഹ്മണങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സമ്പ്രദായങ്ങൾ നോക്കുകയാണെങ്കിൽ യാഗം എന്ന് പറയണത് 7 തരം യാഗങ്ങളാണ് വിധിച്ചിട്ടുള്ളത്. അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉഖ്യം, ഷോഡശി, വാജപേയം, ആപ്തോര്യാമം, അതിരാത്രം. ഇതിൽ കേരളത്തിന്റെ പ്രത്യേകതയായിട്ട് എങ്ങനെയാ പ്രത്യേകത വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്നാലും ആദ്യത്തിൽ പറഞ്ഞു വയ്ക്കണു, കേരളത്തിന്റെ പ്രത്യേകതയായിട്ട് ആദ്യത്തെ യാഗമായിട്ടുള്ള അഗ്നിഷ്ടോമവും ഏറ്റവും അവസാനം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അഗ്നിഷ്ടോമം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള അതിരാത്രവും, അല്ലെങ്കിൽ അഗ്നി എന്ന് വിളിക്കാം, ഇപ്പൊ ഇന്നത്തെ ഭാഷയിൽ അഗ്നി എന്ന് വിളിക്കാം, അഗ്നിയും രൂപം കൊണ്ടിട്ടുള്ള ഇത് രണ്ടുമേ നമ്മൾ കേരളത്തിൽ അനുഷ്ഠിക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ യാഗങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ യാഗത്തിന്റെ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിലെ ക്രിയാഭാഗം എന്ന് പറയണു. ഞാൻ വളരെ വിശദമായി ക്രിയയിലേക്ക് പോണില്ല, ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. തുടക്കത്തില് ഇതില് നമ്മള് ഏറെക്കുറെയൊക്കെ തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലശത്തിലേക്ക് ക്രിയകളെ പറയണ പോലെ ആദ്യമായി തുടങ്ങുക ഒരു വരണയാണ്. പക്ഷേ ഇവിടെ യാഗത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യജമാനൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു യജമാനന്റെ പ്രജകളെ സംരക്ഷിക്കാനായി കൊണ്ടാണ് യാഗം ചെയ്യുക. ഓക്കെ, അപ്പോ ഈ യജമാനന് അങ്ങനെ ഒരു യാഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് യജമാനന് കിട്ടേണ്ട യോഗ്യത എന്നതാണ്. അപ്പോ അദ്ദേഹം ഷോഡശക്രിയകൾ മുഴുവൻ, അതായത് ഷോഡശക്രിയകളിൽ ഏറ്റവും അവസാനമാണ് അഗ്നിയാധാനം. അതായത് ഒരാള് ഉപനയനം കഴിഞ്ഞ സമാവർത്തനം വരെ
നമ്മൾ ഉപനയനം കഴിഞ്ഞ ഉടനെ നമ്മൾ അഗ്നിയെ ആരാധിച്ചു തുടങ്ങുകയാണ്. നമ്മള് എന്താ 2 നേരവും ചമതയിടും. ഇത് കഴിഞ്ഞ് വേളി കഴിഞ്ഞ, അതായത് ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ ഉടനെ വേളി എന്നാണ് അതായത് വേളിയുടെ തലേ ദിവസമാണ് സമാവർത്തനം ഉണ്ടാവുക എന്നാണ് പഴയ ചിട്ടകളൊക്കെ. അതായത് പറയണത് ബ്രാഹ്മണ കാലഘട്ടത്തിലെയോ അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ള കാലഘട്ടങ്ങളെ കുറിച്ചായിരിക്കും. ഇത് സ്മാർത്ത കാലഘട്ടങ്ങളിലെ കുറിച്ച്, ധർമ്മശാസ്ത്രം എഴുതപ്പെട്ട കാലഘട്ടങ്ങളിലെ കുറിച്ചും ആയിരിക്കും. ആ സമയങ്ങളില് സമാവർത്തനം കഴിഞ്ഞ, ചമാർത്ഥം കഴിഞ്ഞ ഉടനെ വേളി. അപ്പോ ഉപനയനം മുതൽ, ഉപന്യം മുതൽ ചമാർത്ഥം വരെ നമ്മള് സമിധ 2 നേരവും സമിധയിട്ട് ചമതയിട്ട് അഗ്നിയെ ആരാധിക്കണു. ചമാർത്ഥം കഴിഞ്ഞ് വേളിയുടെ അന്ന് മുതൽ, വേളിയുടെ അന്നത്തെ 2ാം ഹോമം മുതൽ, അല്ലെങ്കിൽ വേളിയുടെ അന്നത്തെ ഹോമം മുതൽ ആ അഗ്നിയെ ഔപാസനാഗ്നിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് ഔപാസനാഗ്നിയെ പ്രേതാഗ്നിയാക്കി മാറ്റണ ക്രിയയാണ് അഗ്നിയാധാനം. അപ്പൊ ഈ അഗ്നിയാധാനം ചെയ്ത ഒരാൾക്ക് മാത്രമേ യാഗം ചെയ്യാൻ അധികാരമുള്ളൂ. അതായത് അഗ്നിയാധാനം കഴിഞ്ഞ അഗ്നിയാധാനത്തിന്റെ ക്രിയ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പാതി അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം സ്മാർത്ഥക്രിയയായിട്ടും അവിടുന്ന് അങ്ങോട്ട് 2ാമത്തെ ഭാഗം ശ്രൗതക്രിയയായിട്ടും മാറുകയാണ്. ഓക്കെ. അപ്പൊ അതിനു മുൻപ് ഒന്ന് പറയാം, സ്മാർത്ഥം എന്ന് പറയണത് നമ്മൾ എന്തായാലും അനുഷ്ഠിച്ചിരിക്കേണ്ട ക്രിയകളാണ്. ശ്രൗതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കാമ്യം, അതായത് ഒരു ഫലേച്ഛയോടെയോ അല്ലെങ്കിൽ പ്രജകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫലേച്ഛയായി, അങ്ങനെ ഫലേച്ഛയോട് കൂടിയോ അനുഷ്ഠിക്കേണ്ട ക്രിയകളാണ്. അപ്പോ ആദ്യത്തെ ഭാഗം സ്മാർത്ഥത്തിലും 2ാമത്തെ ഭാഗം ശ്രൗതത്തിലും വരണോണ്ട് പണ്ട് യാഗാധികാരം ഇല്ലാത്തവരും അഗ്നിയാധാനം ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതും ഏതാണ്ട് ഒരു AD 4ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടുകളിലൊക്കെ അത് നിന്ന് പോയിരിക്കണം ആ സമ്പ്രദായം. എന്നിരുന്നാലും അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അഗ്നിയാധാനം ചെയ്ത ഒരാൾക്ക്, അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനോ ഒക്കെ, അല്ലെങ്കിൽ അച്ഛൻ അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾക്കാണ്, ഒരു താവഴിയിലെ ഏറ്റവും മൂത്ത ആൾക്കാണ് ആദ്യം യാഗം ചെയ്യാൻ അധികാരം. അപ്പൊ അദ്ദേഹം യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ജനറേഷന് യാഗം ചെയ്യാനും അധികാരമുള്ളൂ അദ്ദേഹം ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ അനിയന്മാർക്കും യാഗം ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് യാഗം, ഇപ്പോ അഗ്നിയാധാനം കഴിഞ്ഞ ഒരാള് യാഗം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആദ്യം വരിക്കുക എന്ന് പറയും. നമ്മളെ ഋത്വിക്കുകളെയൊക്കെ കൈ പിടിച്ച് പഴയ പോലെ പോയി ഇൻവൈറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം. അപ്പൊ ഇതിൽ ഋത്വിക്കുകൾ എന്ന് പറയുമ്പോൾ യജമാനൻ, പത്നി എന്ന് പറഞ്ഞിട്ട് 2 പേര് ഏറ്റവും മുകളിലായി ഇരിക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് 4 വേദത്തു നിന്നും ഓരോ മഹത് ഋത്വിക്കുകൾ ആണ്. മഹത്ഋക്ക് എന്ന് ചുരുക്കി പറയും. ആദ്യമായിട്ട് അധ്വര്യു, അതായത് ഈ യാഗത്തിന്റെ ക്രിയാഭാഗത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ലോഡ് വരുന്ന, അല്ലെങ്കിൽ യാഗത്തിന്റെ സ്കെൽറ്റൻ എന്ന് പറയാം, അദ്ദേഹം ആ യാഗത്തിന്റെ സ്കെൽറ്റനാണ് അധ്വര്യു. യജുർവേദ ഭാഗമാണ്. കാരണം യാഗത്തിന്റെ ക്രിയാഭാഗങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് യാജുഷായിട്ടാണ്, യജുർവേദത്തിലാണ്. ഇപ്പൊ കേരള സമ്പ്രദായത്തിൽ നമ്മൾ തൈത്തരീയം എന്ന് പറയും, തൈത്തരീയ സമ്പ്രദായം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത് അഥർവവേദിയാണ്. അതായത് ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യേണ്ട ഒരാളാണ്, ബ്രഹ്മൻ എന്ന് പറയും. 2ാമത്തത് അഥർവവേദിയാണ്. 3ാമത് ഋഗ്വേദ ഭാഗത്തുനിന്ന് ഏറ്റവും അധികം മന്ത്രഭാഗങ്ങൾ വരുന്ന ഋത്വിക്കാണ് ഹോതൻ. 4ാമതായിട്ട് സാമവേദത്തിന്റെ ചീഫ് ഉദ്ഗാതൻ, ഉച്ചത്തിൽ ഗാനം ചെയ്യണ ആളെ ഉദ്ഗാതൻ എന്ന് വിളിക്കും. പിന്നെ ലേറ്റർ, അതായത് ഇത് തുടങ്ങുമ്പോ ബ്രാഹ്മണങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ഋത്വിക്ക് ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ജോയിൻ വന്നതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ റെഫറൻസ് കാണാനുണ്ട്. സദസ്യൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ട ഒരാൾ. ഇതാണ് ആദ്യത്തെ ലെയർ ഓഫ് ഋത്വിക്. ഇനി ഇവരുടെ താഴെയായിട്ട് 3 ഓരോ ഗണത്തിലും, ഇതൊഴികെ സദസ്യനൊഴികെ ബാക്കി ഓരോ ഗണത്തിലും 3 ഋത്വിക്കുകൾ വേറെ വരും. പ്രതിപ്രസ്ഥാതൻ, ബ്രാഹ്മണാശാംസി,
അച്ഛാവാകൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ ലെയറുകളായിട്ട് വരും. ഓക്കെ, ഇതില് യജമാനന് ആദ്യം അതായത് യജമാനൻ ആസ് എ റിസൾട്ട് ഓഫ് അഗ്നിഷ്ടോമ അല്ലെങ്കിൽ അഗ്നിഷ്ടോമത്തിന്റെ ഫലമായിട്ട് യജമാനൻ അടുത്തൊരു ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പോ അതിനു മുൻപ് യജമാനൻ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ആ യജമാനൻ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗർഭകാലഘട്ടം ഉണ്ടാവണം. അപ്പോ നമ്മള് ഉപനയനം മുതൽ ഉപന്യം കഴിഞ്ഞിട്ട് ചമാർത്തം കഴിഞ്ഞ നമ്മള് ഒരു രണ്ടാമത്തെ ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നാ പറയുക. അപ്പൊ ഉപന്യം മുതൽ ചമാർത്തം വരെയുള്ള ആ കാലഘട്ടം ഒരു ഗർഭകാലഘട്ടമായിട്ടാണ് നമ്മൾ കരുതുക. അതുകൊണ്ടാണ് കൃഷ്ണമൃഗത്തോല അതായത് കൃഷ്ണാഞ്ജനം ദേഹത്തിടണേ. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ആ കൃഷ്ണാഞ്ജനത്തിനെ അവിടെ കാണുന്നത്. അതേപോലെ തന്നെ യജമാനും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയെ ദീക്ഷ സ്വീകരിക്കുക എന്ന് പറയും. അപ്പൊ ഈ ദീക്ഷ സ്വീകരിക്കാനായിട്ട് ആദ്യം കൃഷ്ണമൃഗത്തോലിലിരിക്കും, തറ്റെടുത്ത് കൃഷ്ണമൃഗത്തോലിലിരിക്കും. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ രണ്ട് കൈയും മുഷ്ടി ചുരുട്ടി പിടിച്ചും കൊണ്ടായിരിക്കും. അതേപോലെ മുഷ്ടി ചുരുട്ടി പിടിക്കും. പിന്നെ ഒരുപാട് നിഷ്കർഷകളുണ്ട്. സംസാരിക്കാൻ പാടില്ല, ചൊറിയരുത്, ഇങ്ങനെ കുറച്ച് അതായത് കഠോപനിഷത്തിലെ യമനിയമങ്ങൾ എന്ന് പറയും. യമൻ നചികേതസിന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള നിയമങ്ങൾ, യമനിയമങ്ങൾ എന്ന് പറയും. ഈ യമനിയമങ്ങൾ പ്രകാരമുള്ള ഒരു ദീക്ഷാ കാലഘട്ടത്തിൽ കൂടെയാണ് യജമാനൻ പോണത്. അപ്പൊ ഈ ദീക്ഷയിൽ ഇരുന്നും കൊണ്ടാണ് യജമാനൻ ക്രിയ ചെയ്യുക. ഇത് യജ്ഞം കഴിയണ വരെ അല്ലെങ്കിൽ യാഗത്തിലെ അഗ്നിഷോമിയം പശു ഇഷ്ടി എന്ന് പറയും. ആ പശു ഇഷ്ടിയുടെ പകുതി ആവണ വരെ യജമാനെ കൈ നിവർത്താനോ കയ്യിൽ പിടിച്ചിട്ടുള്ള ദണ്ടിന്ന് വേർപെടാനോ പാടില്ല. അത്രയും രണ്ടാമത്തെ ദിവസം മുതൽ തണുത്ത വെള്ളം പോലും തൊടല് നിഷിദ്ധാണ്. ചൂടുവെള്ളേ പാടുള്ളൂ. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് സ്റ്റേജ് ഗർഭകാലഘട്ടമാണ് യജമാനന് വരിക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം, ഇത് ആദ്യത്തെ ദിവസത്തെ ഇത്രയും ഭാഗം. രണ്ടാമത്തെ ദിവസം കൊണ്ട് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മൾ പഴയ പാർട്ടർ സിസ്റ്റം വഴി സോമം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോമം ഹോമിക്കാനായിട്ട് സോമം വാങ്ങി അതിനെ സംസ്കരിക്കാനായിട്ട് ശാലയെ കൊണ്ടുവന്നു വെച്ചു. അപ്പൊ ഈ സോമത്തിനെ അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സോമത്തിനെ നശിപ്പിച്ചു കളയാനോ പല ബാഹ്യശക്തികളും അല്ലെങ്കിൽ അസുരന്മാര് ശ്രമിക്കും എന്നൊരു സങ്കല്പത്തില് യജമാനൻ അഗ്നിയുടെ രൂപം സ്വീകരിക്കുകയാണ്. യജമാനൻ അഗ്നിയുടെ രൂപം സ്വീകരിക്കുന്ന ആ ക്രിയയെ പറയണ പേരാണ് പ്രവർഗ്യം. നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടുണ്ടാവും. തളച്ചും കൊണ്ടിരിക്കുന്ന നെയ്യിലേക്ക് തണുത്ത പാലാട് ഒഴിക്കുമ്പോൾ ഹോമിക്കുമ്പോൾ ഒരു അഗ്നികോളം അങ്ങോട്ട് ഉയർന്നു വരും. എന്താ പറയാ, കണ്ണോണ്ട് കാണാൻ അങ്ങനെ ഒരു ക്രിയയാണ് ഏറ്റവും നന്നായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഭയങ്കര അവരൊക്കെ എൻജോയ് ചെയ്യണ ഒരു ക്രിയയാണ് ഈ പ്രവർഗ്യം എന്ന് പറയുന്നത്. അല്ല, കാണാനുണ്ട് അത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പ്രവർഗ്യം യാഗത്തിലാണെങ്കിൽ 6 പ്രവർഗ്യവും അതിരാത്രത്തിലാണെങ്കിൽ 12 പ്രവർഗ്യവും ഉള്ളത്. ഇതിന്റെ ഒരു സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ഓക്കെ, ബിക്കോസ് ഞാൻ സയൻസ് ഫീൽഡിൽ നിന്നാവുകൊണ്ട് മാത്രം കേട്ടോ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപസത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ടൈലൻഡ്, ഈ പ്രവർഗ്യം കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു ടൈലൻഡ് ആയിട്ട് വിഷ്ണു ദേവതയായും കൊണ്ട്, ഈ വിഷ്ണു സാധാരണ വിഷ്ണുവായി കരുതരുത്, നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന വിഷ്ണുവായി കരുതരുത്. അത് ദേവനാണ്, ഇത് ദേവതയാണ്. വിഷ്ണു എന്നുള്ളത് ദേവതയാണ്. ഓക്കെ, വിഷ്ണു ദേവതയായും കൊണ്ട് ഉപസത് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയ. ഇതിങ്ങനെ 4 ദിവസം. 5-ാമത്തെ ദിവസം അഗ്നിഷോമീയം പശു, ഇപ്പൊ യാഗത്തിന്റെ ക്രിയയാണ് പറയാം. 5-ാമത്തെ ദിവസം അഗ്നിഷോമീയം പശു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പശു ഇഷ്ടി. അതായത് ഇത്രയും ദിവസത്തെ ദീക്ഷാ കാലഘട്ടത്തില് യജമാനന്റെ ജീവന് ആപത്ത് വരും. അതായത് വളരെ കഠിനമായിട്ടുള്ള വ്രതമാണ്.
അപ്പൊ യജമാനന്റെ ജീവന് ആപത്ത് വരും. യജമാനന്റെ അതായത് രാത്രിയും പകലും തിരിച്ചറിയാൻ വയ്യാതെയാവുന്നാണ് ബ്രാഹ്മണ ഭാഷ്യവും ഒക്കെ ഉള്ളത്, തൈത്തരീയ ബ്രാഹ്മണത്തിലെ ഭാഷ്യം. അപ്പോ അത് രാത്രിയും പകലും ആയിട്ടുള്ള അഗ്നിയും സോമനും കൂടി യജമാനന്റെ ജീവൻ അപഹരിക്കാൻ വരും. അപ്പൊ അവർക്ക് ഒരു പശുവിനെ കൊടുത്ത് യജമാനന്റെ ജീവൻ തിരിച്ചു വാങ്ങുന്നു എന്നാണ് ബ്രാഹ്മണ ഭാഷ്യം. അപ്പൊ അതിനായിട്ട് അഗ്നിശോമിയം പശു എന്നുള്ള ഒരു ഇഷ്ടി, അതോടുകൂടി യജമാനന് വന്നിട്ടുള്ള ഈ രാത്രിയും പകലും തിരിച്ചറിയാൻ വയ്യാണ്ടുള്ള അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് സങ്കല്പം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ സുത്യം എന്നുള്ള ക്രിയ തുടങ്ങുകയാണ്. അതായത് സോമാഹൂതികൾ തുടങ്ങുകയാണ്. സോമാഹൂതികളിൽ തുടങ്ങിക്കഴിഞ്ഞ ആദ്യത്തേല് സോമത്തെ ഇടിച്ച് പിഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ചെമ്പു പഴുത്ത നിറമാവുമ്പോ ആദ്യത്തെ ഹോമം പ്രഥമ എന്ന് പറഞ്ഞിട്ടുള്ള ഹോമം. ഈ പ്രഥമ അതിന്റെ പരിഹോമങ്ങള് രണ്ടാമത്തെ ഹോമം. ഇത് കഴിഞ്ഞ ഈ പ്രഥമ എന്ന് പറഞ്ഞിട്ടുള്ള ഹോമം നടക്കുന്നത് ആഗ്നേയം പശു എന്ന് പറഞ്ഞ ഒരു ഇഷ്ടിയുടെ ഭാഗമായിട്ടാണ്. ഈ ആഗ്നേയം പശു ഇഷ്ടിയെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ആദ്യത്തെ ഭാഗത്തെ പ്രാതസ്സവനം, ആദ്യത്തെ സവനം എന്ന് വിളിക്കും. ഈ പ്രാതസ്സവനത്തില് അതേപോലെ രണ്ടാമത്തെ മധ്യേന്ദ്രിയാന്യ സവനം, തൃതീയ സവനം, ഇങ്ങനെ 3 സവനങ്ങളാക്കി തിരിച്ചിട്ട് ഒരു സോമാഹൂതി, ഒരു സാമസ്തുതി, ഒരു ശസ്ത്രം, ഒരു സോമാഹൂതി എന്നുള്ള ക്രമത്തിലാണ് യാഗങ്ങൾ നടക്കുന്നത്. ഇതാണ് ഒരു യാഗത്തിന്റെ ഒരു ഔട്ട്ലൈൻ. ഇനി ഇതിനായിട്ട് ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പൊ യാഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യത്തെ ദിവസങ്ങളില് അഗ്നിഹോത്രശാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമാണ് ക്രിയ കാണുക. പക്ഷേ ഇത് 5ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ 4ാമത്തെ ദിവസം പകുതിയാവുമ്പോ ഈ അഗ്നിഹോത്രശാലയിലുള്ള കിഴക്കേ കുണ്ടത്തിൽ, അതായത് ചതുരത്തിലുള്ള കുണ്ടത്തിൽ നിന്നുള്ള തീയെ ദശപദം എന്ന് പറഞ്ഞിട്ട് കിഴക്കേ അറ്റത്തുള്ള ഒരു പുതിയ ശാലയിലേക്ക് മാറ്റും. ഈ കിഴക്കേ കുണ്ടം, പുതുതായിട്ടുള്ള കിഴക്കേ കുണ്ടത്തിനെ ദശപദം എന്നാ പറയാ. അവിടെയാണ് സോമാഹൂതികളൊക്കെ. അപ്പൊ അതിന് തൊട്ട് പിന്നിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വേറൊരു സ്ഥലം കാണാം, ഹവിർധാനം എന്ന് പറയും. അവിടെയാണ് ഈ സോമം പ്രോസസ് ചെയ്യുക, ഇങ്ങനത്തെ പ്രൊസീജിയറൊക്കെ നടക്കണം. അതിനും പിന്നിലായിട്ട് സദസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ സദസ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ ഋത്തിക്കുകളൊക്കെ, അതായത് അധ്വരി ഒഴികെ ബാക്കിയുള്ള ഋത്തിക്കുകളുടെയൊക്കെ സ്ഥാനം. അഗ്നിധരൻ എന്ന് പറഞ്ഞ വേറൊരു ഋത്തിക്കിന് വേറൊരു സ്ഥലമുണ്ട്. എന്നാലും ഓക്കെ, അതിന് തൊട്ട് ഈ ഋഗ്വേദികളായിട്ടുള്ള ഋത്തിക്കുകളുടെ തൊട്ട് പിന്നിലായിട്ട് എന്താ സാമത്തിന്റെ ഋത്തിക്കുകളും ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഓവറോൾ യാഗശാലയുടെ പിക്ചർ. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തില് അഗ്നിഷ്ടോമം, അതിരാത്രം എന്ന് പറഞ്ഞ് രണ്ട് യാഗങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 സോമയജ്ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ കേരള സമ്പ്രദായത്തില് ഇപ്പോ ഋഗ്വേദികളാണെങ്കിൽ കൗശീതകം ചരണുണ്ട്, പകഴിയൻ ചരണുണ്ട്. അപ്പോ കൗശീതകം ചരണത്തിലെ ഋഗ്വേദികൾക്ക് കൗശീതകം സമ്പ്രദായ പ്രകാരമായിരിക്കും ഋഗ്വേദ പാർട്ട് വരിക, മറ്റേ തൈത്തരീയം ഭാഗം വരിക ബൗധായനീയ സമ്പ്രദായം, അതായത് സാധാരണ തൈത്തരീയം മട്ടം. ഇനി ഇരിങ്ങാലക്കുടയിൽ തന്നെ ബാധൂലകം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. വളരെ ഇപ്പൊ ഇവിടെ കൗശീതകം ഇത്ര ഇല്ലങ്ങൾ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ വളരെ കുറച്ചില്ലങ്ങളെ ഇരിങ്ങാലക്കുടയിലെ ബാധൂലകം ഉള്ളൂ. അപ്പൊ അവരുടെ യാഗസമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൈത്തരീയത്തിൽ മാറിയിട്ട് ബാധൂലക സമ്പ്രദായത്തിലേക്ക് മാറും. ഇതേപോലെ തന്നെ ഋഗ്വേദവും കൗശീതകമാണ് വെച്ചാൽ കൗശീതക സമ്പ്രദായം, കൗശീതക അല്ലാത്തവർക്ക് പകഴിയൻ സമ്പ്രദായം. ഇതിൽ സാമവേദികൾക്ക് മാത്രം ചെറിയ വ്യത്യാസങ്ങളാണ്.
അവർക്ക് ചില ഇല്ലങ്ങൾക്ക് കൗശീത സാമവേദികൾ ഇവിടെ ജൈമനീയക്കാരേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് ഇല്ലങ്ങൾക്ക് കൗശീതക സമ്പ്രദായവും കുറച്ച് ഇല്ലങ്ങൾക്ക് പകഴിയം സമ്പ്രദായവും ഉള്ളവരുണ്ട്. ഇതൊക്കെയാണ് ഒരു രത്ന ചുരുക്കം. അപ്പോ എന്തിന് ഈ യാഗം ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രകൃതി, അതായത് പ്രകൃതി വല്ലാണ്ട് ഒലയണത് ഈ ദേവതകളുടെ ശക്തി കുറഞ്ഞിട്ടാ അല്ലെങ്കിൽ ദേവതകളുടെ അനിഷ്ടം കൊണ്ടാ എന്നാണ് ഈ വിശ്വസിക്കുക. അപ്പൊ ഈ ദേവതകളുടെ അനിഷ്ടമോ അല്ലെങ്കിൽ ശക്തി കുറവോ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഊർജം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സോമാഹൂതി കഴിഞ്ഞ് ആ ബാക്കിയുള്ള സോമം നമ്മൾ ചമാസങ്ങൾക്ക്, അതായത് അവിടെ പറയാം ഒരു ബോട്ടിൽ എന്ന് പറയാം, ആ ബോട്ടിലുകളിലേക്ക് പകർത്തുമ്പോൾ പറയുകയാണ് ഊർജസ്കന്ധം ദേവേഭ്യോ മധുസ്കന്ധം മനുഷ്യേഭ്യ എന്നാണ് മന്ത്രം. അപ്പോൾ ഇതിന്നുള്ള ഊർജഭാഗത്തെ ഞാൻ ദേവതകൾക്ക് കൊടുക്കണു. സോമത്തിന്റെ, അതായത് സോമത്തിനാണ് ഏറ്റവും ശക്തിയുള്ളത്, ആ സോമത്തിന്റെ ശക്തിയായിട്ടുള്ള ഭാഗങ്ങളെ ഞാൻ ദേവതകൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യജ്ഞത്തിൽ കൂടെ ദേവതകൾക്ക് പൂർണ്ണമായിട്ടുള്ള ശക്തി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ പറഞ്ഞു യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു യജ്ഞം എന്നാ പറഞ്ഞത്. ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ്, പ്രകൃതിയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യണ ദേവതയാണ് വിഷ്ണു. ആ വിഷ്ണു, അതായത് പ്രകൃതിയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ബ്രാഹ്മണങ്ങളിൽ യജ്ഞത്തിനെ റെഫർ ചെയ്യണം. അപ്പോ ഇതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വാട്ട് വി ഹാവ് ഒബ്സർവ് കഴിഞ്ഞ ഒരു 3-4 യാഗം അതിരാത്രത്തിലും വി യൂസ്ഡ് സം സയന്റിഫിക് മെത്തേഡ് ടു ടെസ്റ്റ്. അത് കൂടെ കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പറയുകയാണെങ്കിൽ, അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രവർഗ്യം എടുക്കാം. പ്രവർഗ്യത്തില് ഈ തിളച്ചും കൊണ്ടിരിക്കുന്ന നെയ്യിലേക്ക് ഇത് ഒരു മഹാവീരം എന്നൊരു പാത്രം, ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതില് നെയ്യ് ഫില്ല് ചെയ്തിട്ട് ഗാർഹപത്യാഗ്നി എന്നുള്ള വട്ടത്തില് പടിഞ്ഞാറേ കുണ്ടത്തുനിന്നുള്ള തീ അതിന്റെ ചുറ്റുമിട്ട് കത്തിക്കും. അപ്പൊ ഇതിങ്ങനെ നെയ്യ് തിളച്ച് വൈറ്റ് ഫ്യൂംസ്, അതായത് സാച്ചുറേഷൻ എന്നുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. വൈറ്റ് ഫ്യൂംസ് വരും. ഈ സമയത്താണ് പിൻവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യജ്ഞോപകരണം കൊണ്ട് തണുത്ത പാല്, അപ്പൊ കറന്നിട്ടുള്ള പാലായിട്ടാണ് ഹോമിക്കുന്നത്. ആ പാല് ഈ പിൻവനം എന്ന് പറഞ്ഞാൽ സാധാരണ സ്രുവത്തിന്റെ ഒരു സമ്പ്രദായമല്ല, ഒരു പക്ഷിയുടെ കൊക്ക് എന്നുള്ള ഒരു രൂപത്തിലിരിക്കാം. അപ്പൊ എന്താ വെച്ചാ ഇതിന്ന് താഴേക്ക് വീഴുന്ന പാലിന്റെ തുള്ളി ഓൾമോസ്റ്റ് ഒരു നിയർ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇത് അതിന്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന അഗ്നിഗോളം ഓൾമോസ്റ്റ് നിയർലി സ്പെറിക്കൽ ആയിരിക്കും. ഞങ്ങൾ ഒരിക്കൽ 2011 അതിരാത്രത്തിൽ വെച്ച് പാഞ്ഞാള അഗ്നിയിൽ വെച്ച് പുറത്തൊരു ടെലസ്കോപ്പ് സെറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ സ്റ്റാറിന്റെ ഒക്കെ ടെമ്പറേച്ചറും അതിന്റെ സ്റ്റാറിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് ഒക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സെയിം ടെലസ്കോപ്പ് സെറ്റ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഉള്ളിൽ പുറത്തു വരുന്ന ലൈറ്റിന്റെ ബിഹേവിയർ എന്ന് പഠിച്ചു. ലൈറ്റിന്റെ ബിഹേവിയർ എന്താണെന്ന് പഠിച്ചപ്പോ നമ്മൾ കണ്ടത് എന്താ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത തന്നെയായിരുന്നു. there forms the atomic hydrogen and that atomic hydrogen is burning. അപ്പൊ അവിടെ കണ്ടിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിയർലി 1000 ഡിഗ്രി, 1024 ഐ തിങ്ക് 1024 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അതിന്റെ ടെമ്പറേച്ചർ. ആ ഭാഗങ്ങളൊക്കെ ആക്ച്വലി സാന്ദ്രയുടെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അതാ പ്രവർഗ്യത്തിന്റെ ഒരു ചിത്രമാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ 1024 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഈസ് ടു ഹൈ. അവിടുത്തെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇൻഫ്രാറെഡ് പാർട്ടിലാണ് മോസ്റ്റ് ഓഫ് ദ എമിഷൻ. മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഇൻഫ്രാറെഡ് റീജിയനിലാണ് പോണേ. ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് വെരി ഹൈ. ഇറ്റ്സ് നിയർ ടു ദ ലേസർ. ഓക്കെ, അതേ സമയത്ത് തന്നെ പുറത്ത് ഈ അവിടുത്തെ ബാക്ടീരിയൽ ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ബയോകെമിസ്ട്രിക്കാരും അതേപോലെ ബയോടെക്നോളജിക്കാരും അവരുടെ കുറച്ച് സാമ്പിൾ കളക്ഷൻ പോയിന്റ്സ് വെച്ചിരുന്നു. അത് കൂടെ ഒബ്സർവ് ചെയ്തത് എന്താ വെച്ചാൽ ജസ്റ്റ് ബിഫോർ ദ പ്രവർഗ്യ അവിടുത്തെ ബാക്ടീരിയൽ കണ്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രവർഗ്യം കഴിഞ്ഞപ്പോ ഇത് എക്സ്പോണൻഷ്യലി ഫോൾ ചെയ്തു. ആ ടൈമിന്റെ ഫംഗ്ഷൻ ആയി എടുക്കുമ്പോൾ എക്സ്പോണൻഷ്യലി ഫോൾ ചെയ്തു. ഈ ബാക്ടീരിയ അതായത് എന്താ പറയാ, ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയ മാത്രം എക്സ്പോണൻഷ്യലി ഫോൾ ചെയ്യും. ഇതാണ് ഒന്ന് ഒബ്സർവ് ചെയ്തത്. രണ്ടാമതായിട്ട് ഒബ്സർവ് ചെയ്തത് സോമാഹൂതിയുടെ സമയത്ത് നമ്മളവിടെ ഒരു പ്രോബ് സെറ്റ് ചെയ്തു, ഒരു ഗോൾഡിന്റെ വയർ. ഈ ഗോൾഡിന്റെ വയറിന്റെ മുകളിലേക്ക് അവിടുന്ന് എയർ വളരെ ശക്തമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഒരു ഫാൻ വെച്ചിട്ട്, വളരെ ചെറിയൊരു ഫാൻ വെച്ചിട്ട്. അതാണ് ആ പ്രോബ്. അപ്പോൾ ഈ ഗോൾഡിന്റെ മുകളിലുള്ള ചെറിയ ചെറിയ പോറസ് ഹോളുകളിലേക്ക് അവിടുന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്ന പാർട്ടിക്കിൾസ് ട്രാപ്ഡ് ആവും. ഈ സാധനത്തിനെ എന്നിട്ട് ഞങ്ങൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വെച്ച് അറ്റോമിക് മാസ് സ്പെക്ട്രോസ്കോപ്പി ചെയ്തു, AMS ചെയ്തു. അതായത് ഓരോ പാർട്ടിക്കിള് ഓരോ ഐസോട്ടോപ്പ് ഫോം ചെയ്തതിനെ വരെ നമുക്ക് പറക്കിയെടുക്കാം. അതാണ് AMS എന്ന് പറഞ്ഞൊരു മെത്തേഡിന്റെ ബെനിഫിറ്റ്. അപ്പൊ കണ്ടത് എന്താ വെച്ചാല് സം weak alcohol contents are evaporating to the air and that is making a cleansing effect, ഒരു സാനിറ്റൈസിങ് എഫക്റ്റ് പ്രകൃതിക്ക് ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി അത്യാവശ്യം സയന്റിഫിക്കലി അല്ലെങ്കിൽ എന്താ പറയുക, ബ്രാഹ്മണം ബേസ്ഡ് ആയി പറയുകയാണെങ്കിൽ, വിശ്വാസം ബേസ്ഡ് ആയി പറയുകയാണെങ്കിൽ, യാഗം തുടങ്ങി യാഗം അവസാനിക്കണോടുകൂടി പ്രകൃതിക്ക് ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരിക, പ്രകൃതി ഇക്വിലിബ്രൈസ്ഡ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രകൃതിയെ എഗൈൻ ഉപദ്രവിക്കുകയാണ്, യാഗശാലയ്ക്ക് തീ കൊടുക്കും, ടെമ്പറേച്ചർ പെട്ടെന്നാണ് കൂടുകയാണ്. സോ അതിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള പ്രകൃതി അതിനെ റെസ്പോണ്ട് ചെയ്യണ ഒരു മെക്കാനിസമാണ് ആ മഴ. സോ അതുകൊണ്ടാണ് യാഗം കഴിഞ്ഞ മഴ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഏറെക്കുറെ ഒരു യാഗം എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു ഐഡിയ തരാൻ പറ്റും. സോ അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിത്തുവിന് എന്തോ പറയും, ജിതേന്ദ്രനെ പറയാണ്ട്. ഇല്ല, എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, വളരെ എക്സ്പാൻസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു മിഥുനേട്ടൻ. എനിക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു യാഗം നടക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ആദ്യം നമ്മൾ കാണുന്നത് എക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ്, അതായത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഇപ്പൊ മിഥുനേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എഫക്റ്റ് ഒബ്വിയസ്ലി കാണുന്നുണ്ട്. എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത്, 2016 അച്ഛന്റെ യാഗം നടക്കുമ്പോൾ, അച്ഛന്റെ അമ്മയുടെയും യാഗം നടക്കുമ്പോൾ ആ നാട്ടിൽ ഞാൻ ഒബ്സർവ് ചെയ്ത മാറ്റങ്ങളുണ്ട്. ഒരു യാഗം നടന്നതോടുകൂടി ആ നാടിന് തന്നെ വന്ന മാറ്റം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള മാറ്റം എങ്ങനെ ഒരു നാടിന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്റെ അച്ഛൻ്റെ അമ്മയുടെ യാഗം നടന്നത് പെരുമുടിയൂര്, പട്ടാമ്പി അടുത്ത് പെരുമുടിയൂർ എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പാടത്ത് വെച്ചിട്ടാണ്. അവിടെ ഒരു ബസ് റൂട്ട് പോലും ഇല്ല. അങ്ങോട്ട് എത്തണമെങ്കിൽ സ്വന്തം വണ്ടിയിൽ തന്നെ പോകണം, നടന്നു പോയാൽ പെടും അവിടെ. അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ആ യാഗം തുടങ്ങിയതിന് ശേഷം അവിടെ 3 ബസ് റൂട്ട് വന്നു. രാഹുൽ SKM ഹാൻഡ് റൈസ് ഉണ്ട്, എന്താണോ രാഹുലേട്ടൻ? ഞാൻ അവിടെ അടുത്തുള്ള ആളാണ്, എന്റെ എല്ലാം അവിടെ അടുത്താണ്, പെരുമുടിയൂർ അടുത്താണ്. അപ്പൊ അറിയാലോ എന്താണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ആ യാഗം തുടങ്ങിയതിന് ശേഷം ആ യാഗഭൂമിയിലേക്ക് മാത്രമായിട്ട് 3 ബസ് റൂട്ട് വന്നു. ബസ് റൂട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡുകൾ നന്നായി. റോഡുകൾ നന്നായപ്പോ സ്വാഭാവികമായിട്ടും കച്ചവടങ്ങൾ കൂടി. ഇതൊക്കെ ഒരൊറ്റ യാഗത്തിന്റെ ഫലമാണ്. അപ്പൊ നമ്മള് പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമല്ല ഫലം എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പോയിന്റ്.
പ്രകൃതിയിൽ ഒബ്വിയസ്ലി നമുക്ക് പിന്നെ വേറൊരു 2-3 തെറ്റിദ്ധാരണകൾ എനിക്ക് പൊളിച്ച് ഇവിടെ കാണിക്കാനുണ്ട്. ഒന്ന്, സ്വതേ എല്ലാരും പറയാ യാഗം ചെയ്യുന്നത് മഴ പെയ്യാനാണ് എന്നാണ്. എനിക്ക് തോന്നുന്നില്ല, ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ എഴുതിയിട്ടില്ല. യാഗം ചെയ്താൽ മഴ പെയ്യും എന്ന് ഒരു ഗ്രന്ഥത്തിലും എഴുതിയിട്ടില്ല. നമ്മൾ യാഗം നടത്തുന്നത് സ്വതേ വേനൽക്കാലം തുടങ്ങുന്ന മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ വേനൽ മഴ എന്നൊരു സംഭവം ഉണ്ടല്ലോ, കഷ്ടകാലത്തിന് എല്ലാ യാഗത്തിനും നടക്കുമ്പോഴും യാഗശാലയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് കഷ്ടകാലത്തിന് വേനൽ മഴ പെയ്യും. അതുകൊണ്ടാണ് മഴ പെയ്യും, യാഗം ചെയ്താൽ മഴ പെയ്യും എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. അത് എന്നെയും കുറെ ബാധിച്ചിരുന്നു അച്ഛന്റെ യാഗത്തിന്റെ സമയത്ത്. ഞാനന്ന് യാഗം കഴിഞ്ഞ സമയത്ത് അയ്യോ മഴ പെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഒരാളും എവിടെയും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല യാഗം ചെയ്താൽ മഴ പെയ്യുന്നു. വിജയനേട്ടൻ, ആ ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. പൈതൃകം എന്ന് പറഞ്ഞ സിനിമയാണ് അതിന് ഏറ്റവും വലിയ കാരണമായത്. അതൊന്ന് ആഡ് ചെയ്യാണ്. അല്ലാണ്ട് മറ്റേ ഋഷിശൃംഗന്റെ കഥ ഉണ്ടല്ലോ, ആ അതെ. അത് വല്ലാത്തൊരു അബദ്ധമാണ്. കാരണം നമ്മൾ ഇനിയിപ്പോ എവിടെ യാഗം അല്ലെങ്കിൽ യജ്ഞം ചെയ്താലും ചോദ്യം വരാൻ പോണത് തന്നെ മഴ പെയ്യില്ലേ എന്നാണ് ചോദിക്കുക. അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ യാഗങ്ങള് നടത്തുമ്പോ നമ്മൾ സ്വതേ ആ മണ്ണിനെ ശേഷം, യാഗം നടന്ന ആ ഭൂമിയെ ശേഷം ഒരു കൃഷിഭൂമിയാക്കി മാറ്റും. അവിടെ കൃഷി ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം അവിടെ ഹോമിക്കുന്ന ദ്രവ്യങ്ങളുടെ ഫലം കൊണ്ടും ആ ഭൂമിയില് ചാണകം കഴുകിയിട്ടാണ് കാല പണിയാൻ. അപ്പൊ ആ ചാണകത്തിന്റെ ഫലം കൊണ്ടും ഇത് കത്തിക്കുന്നതിന്റെ ഫലം കൊണ്ടും ആ ഭൂമിക്ക് വല്ലാതെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണ് അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയും. കാരണം അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കാരണം. പിന്നെ ഈ ഞാൻ പറഞ്ഞു എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പെരുമുഴിയൂർ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ അടുത്തൊരു ശിവന്റെ അമ്പലമുണ്ട്. ഈ ഒരു യാഗം നടന്നോടുകൂടി ഒരു ഉത്സവമായിരുന്നു അവിടെ. ആൾക്കാർ പല നാടുകളിൽ നിന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്നു ആ യാഗം കാണാൻ. ആ യാഗം കണ്ട്, അപ്പൊ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ വന്നവരെല്ലാരും ആ അമ്പലത്തിൽ കയറി തൊഴാതെ പോവില്ല. ആ അമ്പലത്തിലും വളർച്ചയാണ് ആ യാഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അമ്പലത്തിന്റെ ധനകാര്യമാണ് സംസാരിക്കണം. ദേവന് ഒരു മാറ്റവും ഇല്ല, ദേവൻ അതേപോലെ തന്നെയാണ്. ദേവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിന്റെ ധനകാര്യത്തില് വല്ലാതെ മാറ്റം ഉണ്ടായി. ഒരു ചെറിയ ഉത്സവം പോലെ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ഉത്സവങ്ങളുടെ ലക്ഷ്യം തന്നെ ഈ എക്കണോമിക്കലായിട്ടുള്ള ബൂസ്റ്റ് കൊണ്ടുവരാൻ കൂടിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സംസ്കാരത്തില് 2 യജ്ഞങ്ങളാണ് നടത്തുക. ഒന്ന് അഗ്നിഷ്ടോമം അല്ലെങ്കിൽ സോമയാഗം, പിന്നെ ഒന്ന് അതിരാത്രം. ഇതല്ലാതെ കാണുന്ന എന്ത് യാഗവും ഒരു ഗ്രന്ഥത്തിലും വിധിക്കാത്തതാണെന്ന് മനസ്സിലാക്കുക. ഇത് പറയാൻ ഇപ്പൊ സാന്ദ്രോപ്പിൾ എടുത്ത സബ്ജക്ട് വളരെ നന്നായി. കാരണം ഇത് പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് വന്നിരിക്കണം. ഒരു മാസം മുമ്പേ പാലക്കാട് ധോണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാളുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, ഒരാള് മഹാസർപ്പയജ്ഞം എന്ന് പറഞ്ഞിട്ടൊരു യജ്ഞം നടത്തുണ്ടായി. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പരശുരാമ ക്ഷേത്രമായിട്ടുള്ള കേരളത്തിന്റെ പിതൃക്കളുടെ സ്ഥാനത്താണ് കാണുക. പിതൃക്കൾക്ക് നമ്മൾ സാധാരണ ഹോമങ്ങൾ ചെയ്യാറില്ല, അവർ അഗ്നിക്കെതിരാണ്. അപ്പൊ പിതൃക്കൾക്ക് എന്താ വേണ്ടേ? പിതൃക്കൾക്ക് നമ്മൾ ബലി ഇടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ സർപ്പ ബലി, 100 പാലും ഒക്കെ ബലിയായിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇദ്ദേഹം തീരുമാനിച്ചു, യാഗം എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ വാക്കാണ്, അപ്പൊ നമുക്ക് ഒരു സർപ്പയജ്ഞം നടത്താം, ഇല്ലാത്തത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം തുടങ്ങിയിട്ട് ഉണ്ടായത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ഹോമം കഴിക്കുന്നതിന്റെ ഇടയിൽ അഗ്നി വല്ലാണ്ട് പടർന്നു കയറുകയും അവിടെ ഹോമകുണ്ഡം പോലെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹോമകുണ്ഡത്തിന് ചുറ്റിനും ഇരിക്കുന്നവർക്ക് വല്ലാതെ ചൂട് തോന്നുകയും ചെയ്തിട്ട് ഇവര് ചെയ്ത പണി എന്താ വെച്ചാൽ അതിലേക്ക് വെള്ളം കോരി വെച്ചു. ഈ തീ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവരേക്ക് വെള്ളം കോരി വെച്ചു.
അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള അബദ്ധങ്ങളാണ് ഇവര് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ എന്താണ് ശരിക്കുള്ള യജ്ഞ സംസ്കാരം എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഈ ഒരു എന്താ പറയാ ഇഗ്നറൻസ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ച് ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അതിനെ എതിർക്കുകയും ശരി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതേപോലെ കുറെ ഉണ്ട്. ചാമുണ്ഡി യാഗം, മറ്റേ നാഗയജ്ഞം, നവചണ്ഡിക യാഗം. ഈ യാഗം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 2 യാഗങ്ങൾ, ഒന്ന് സോമയാഗം, പിന്നെ നവരാത്രം. അതിനപ്പുറം ഇല്ല, അതിനിപ്പുറം ഇല്ല ഒന്നും. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കുകയും കൂടി ചെയ്യണം നമ്മൾ ശരിക്കും. അതാണ് പിന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇതിനായിട്ട് എന്തെങ്കിലും പറയണ്ടോ? അല്ല, യാഗം എന്നുള്ള വാക്ക് 75-ന് ശേഷം നന്നായിട്ട് മാർക്കറ്റിൽ ചെലവാവുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. യജ്ഞം എന്നുള്ള വാക്കിനേക്കാളും കുറച്ചും കൂടി മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ള യാഗം രീതിയിലായിരിക്കും. അതെ അതെ, അത്ര തന്നെ ഉള്ളൂ. അതിന് സാധാരണ യാഗമായിട്ട് ബന്ധമൊന്നുമില്ല. ശരിക്കുള്ള യാഗങ്ങള് ഞാൻ എല്ലാവരോടും പറയണു, ശരിക്കുള്ള യാഗങ്ങളെ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്. ആ കൾച്ചർ ഇനിയും നിലനിന്ന് പോവും. അതായത് ഏറ്റവും പ്രാധാന്യം എന്താ വെച്ചാൽ 4 വേദങ്ങളും ഒരുമിച്ച് ചേരണു എന്നുള്ളതാണ്. 4 വേദങ്ങളും ഒരുമിച്ച് ചേരണു. അതേപോലെ ഇപ്പൊ ഞങ്ങളിപ്പോ റീസെന്റ് സംസാരിക്കുകയുണ്ടായി. അപ്പോ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. അപ്പോ നമ്മളൊരു ദേവത എടുക്കുകയാണ്, ദുർഗ എന്നുള്ള ഒരു ദേവത എടുക്കുകയാണ്. ഇപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ ആരാധിക്കണ ദുർഗ, അല്ലെങ്കിൽ ഭഗവത് സേവയൊക്കെ കഴിക്കുന്ന ദുർഗ. അഗ്നി ഇന്ദ്രോ മിത്രാവരുണ ഭഗ ഊഷ ബ്രഹ്മണസ്പതി സോമോ രുദ്രോ ഉഷസോ. ഇത്രയും ദേവതകൾ കൂടിയതാണ് ദുർഗ എന്ന് ഇപ്പൊ കേരള സമ്പ്രദായത്തിലല്ല, കേരള പുറത്ത് എന്നുള്ള സമ്പ്രദായത്തില് റഫറൻസുകൾ കാണാനുണ്ടായി. വളരെ റീസെന്റ്ലി ആക്സിഡന്റലി കണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഡീറ്റെയിൽസ് അന്വേഷിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്താ പ്രമാണം എന്നൊക്കെ. ഇങ്ങനെ ഓരോ നമ്മൾ കാണുന്ന പ്രത്യക്ഷമായി ആരാധിക്കുന്ന ഓരോ ദേവന്മാർക്കും ഇപ്പൊ നമ്മൾ പറയില്ലേ, ദർ ഇസ് എ മോളിക്യൂൾ. ഈ മോളിക്യൂളിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ദർ ആർ ആറ്റംസ്. അതേപോലെ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് ആണ് ഈ ദേവത എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, താൻ ന്യൂക്ലിയർ ഫിസിക്സുകാരനല്ലേ, ആറ്റത്തിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഉള്ള പോലെ ദേവതകൾക്ക് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നുണ്ടാവും ബ്രഹ്മാണ്. ബ്രഹ്മജ്ഞാനം നേടാനുള്ള ഒരു വഴി തന്നെയായിരിക്കാം യജ്ഞങ്ങൾ. യജ്ഞങ്ങൾ. ഓക്കെ. ഞാന് ഒരു കാര്യം കൂടിയും വളരെ വളരെ ആവർത്തിച്ച് സ്ട്രെസ് ചെയ്ത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയണേ. നമ്മള് വിധിക്കാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പാലക്കാട് ധോണിയിൽ വെച്ചുണ്ടായ നാഗയജ്ഞം വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് അവർക്ക് ഫലം ഉണ്ടാവുകയും ചെയ്തു. ഫലം എന്ന് വെച്ചാൽ അനുഭവം ഉണ്ടായി. കാരണം അഗ്നിബാധ ആയിരുന്നു വെള്ളം കോരി ഒഴിച്ചിട്ട്. ഹോമകുണ്ടത്തിലേക്ക് വെള്ളം കോരി ഒഴിക്കുക, എന്താ അത് കഥ? ഏറ്റവും എതിരായിട്ടുള്ള കാര്യങ്ങളാ ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രകൃതിക്ക് എതിരായിട്ടുള്ള നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ലൈൻ. പ്രകൃതി തന്നെയാണ് സംഭവം. അപ്പോ അടുത്തത് എൻ്റെ അച്ഛൻ, അദ്ദേഹം സോമയാഗം കഴിച്ചിട്ടുള്ള ആളാണ്. 2016 പെരുമുടിയൂര് സോമയാഗം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരും അനുഭവത്തോടു കൂടി ക്ഷണിക്കുകയാണ്. മൈക്ക് ഓണാക്കും. എല്ലാവർക്കും നമസ്കാരം. യാഗത്തിന്റെ ആധികാരിക വശങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള സയന്റിഫിക് വശങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാൻ ഒട്ടും വിവരമില്ലാത്ത ഒരാള് ആണ് ഞാൻ. എന്നാൽ
ഒരു മഹത്തായിട്ടുള്ള ഒരു കുടുംബത്തില് ചെറുമുക്ക് വൈദികൻ കുടുംബത്തിൽ വന്നു ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു അഗ്നിഹോത്രം ഇല്ലാത്ത ഒരു കാലഘട്ടം കണ്ടിട്ടില്ല. പിന്നെ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും വേദമന്ത്രങ്ങൾ ജപിച്ച് ഉച്ചത്തിൽ ജപിച്ച് ആ ഫീലിങ്ങുകളെ അവര് ആഘോഷിച്ചിരുന്നു എന്ന് വേണം തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു കുടുംബത്തില് കുട്ടിക്കാലം മുതൽ വേദമന്ത്രങ്ങൾ മാത്രം കേട്ട് കഴിഞ്ഞ ഒരു ബാല്യം, അത് എന്നെ ഈ സോമയാഗത്തിലേക്ക് ആനയിച്ചു എന്ന് വേണം പറയാൻ. ഇതിന്റെ ഒരു ആലോചന ഉണ്ടായ സമയത്ത് പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തന്ത്രി കുടുംബമായിട്ട് ഈക്കാട്ട് ആ കുടുംബത്തിലേക്കാണ് ഇതിന്റെ ഒരു ആലോചനയായിട്ട് വന്നത്. ആ സമയത്ത് എങ്ങനെയോ എൻ്റെ പേര് വരികയും ആദ്യ സമയത്തൊക്കെ എനിക്ക് അതിനോട് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക്, പ്രത്യേകിച്ച് കുറെ കാലങ്ങളായിട്ട് തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് ശാന്തിക്കാരനായിട്ട് ശാന്തി മാത്രം നോക്കി നടക്കുന്ന ഒരു അവസ്ഥയിൽ ഇതും കൂടിയും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ചെറുമുക്കളെ ഒരു യാഗം വേണം എന്ന് ഒരു നിർബന്ധമായിട്ട് വരികയും, പിന്നെ എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചപ്പോൾ എനിക്കിതിന് അർഹത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അർഹത തീരുമാനിക്കുന്നത് നീയല്ല ഈശ്വരന്മാരാണെന്ന് പറയുകയും, അങ്ങനെ മൺമറഞ്ഞു പോയ കേരളത്തിലെ നിരവധി യാഗങ്ങളിലും പങ്കെടുത്തിട്ടുള്ള എൻ്റെ അച്ഛൻ സി വി ശ്രീധരൻ നമ്പൂരി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ യാഗശാലയ്ക്ക് പ്രവേശിക്കുകയും എന്നെ കൊണ്ട് മാനസികമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ എന്നെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള വല്ലഭൻ അക്കിതിരിപ്പാട് പഠിപ്പിക്കുകയും മറ്റ് നിരവധി ഗുരുക്കന്മാര് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും വല്ലഭേട്ടൻ തന്നെയാണ് ഇതിന് എനിക്കൊരു ധൈര്യം തന്നതും. ഞാൻ ആ യാഗശാലയിൽ പ്രവേശിക്കുകയും എല്ലാം കഴിഞ്ഞ അവസാനം വല്ലഭേട്ടനോട് ഞാൻ ചോദിച്ചു, ഇതിനോട് ഒരു 60% ഞാൻ ആത്മാർത്ഥ കാണിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ വല്ലഭേട്ടൻ പറഞ്ഞ അതല്ല, ഒരു 80% വരെ മാർക്ക് നിനക്ക് തരാം എന്ന് പറഞ്ഞു. ആ ഒരു അംഗീകാരം മാത്രം ഞാൻ എൻ്റെ ശിരസ് വഹിക്കുന്നു. ഇപ്പോ ഈ മഴയെ കുറിച്ചിട്ടും മറ്റുള്ള യജ്ഞങ്ങളെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നത് കേട്ടു. ആര് എന്തൊക്കെ യജ്ഞങ്ങളോ എന്തോ നടത്തിക്കോട്ടെ, നമുക്ക് വിധിച്ചിട്ടുള്ള, നമ്മുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഭഗവാന്മാരെ തന്നിട്ടുള്ള ഒരു യജ്ഞം, അത് ചെയ്യാൻ നമുക്ക് അർഹത ഉണ്ടാവും. അത് ഈശ്വരന്മാരായിട്ട് നമുക്ക് കൊണ്ടുവന്ന് വരും. എങ്ങനെയായാലും പ്രകൃതിയുടെ ആക്ടിവേഷനാണ് ഒരു യാഗത്തിലൂടെ നടക്കണമെന്നും കൃഷിയായിരുന്നു പണ്ടത്തെ ഏക ജീവിതോപായം എന്നുള്ളത് കൊണ്ടും ആ പ്രകൃതിയിലെ മലകളെ അണോരണീയാൻ മഹതോ മഹിയാൻ എന്നൊക്കെ ഒരു മലകൾ മുതൽ ഏറ്റവും അടുക്കളായിട്ടുള്ള മിഥുന്റെ ഭാഷ പറഞ്ഞ എന്താ പറഞ്ഞ ന്യൂക്ലിയസോ എന്തായാലും അതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഈ കാലാവസ്ഥയുടെ ഒരു ആക്ടിവേഷൻ സംഭവിക്കുക. അപ്പോഴാണല്ലോ കൃഷി കൃത്യമായിട്ട് വരിക. ഈ തുലാമാസത്തില് തുലാവർഷവും ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ അതിന്റെ വർഷവും വേനലും മഞ്ഞും ഒക്കെ വരുമ്പോഴാണല്ലോ ശിശിരവും ഹേമന്തവും എല്ലാം ഉണ്ടാവുന്നത്. അതെല്ലാം വന്ന് നമ്മുടെ കൃഷിക്ക് ഒരു ആക്ടിവേഷൻ സംഭവിച്ച് നമ്മുടെ ഭക്ഷണം നല്ല രീതിയിലായാൽ നമ്മുടെ മനസ്സ് നല്ല രീതിയിലാവുന്നു, നമ്മുടെ ശരീരം നല്ല രീതിയിലാവുന്നു. ഇതിനെല്ലാം വേണ്ടി പണ്ട് മഹത്തുക്കളായിട്ടുള്ള
ബ്രാഹ്മണര് സൃഷ്ടിച്ച ഒരു യജ്ഞം, അതില് ജന്മസുഹൃതം കൊണ്ടോ അച്ഛനമ്മമാരുടെ അനുഗ്രഹം കൊണ്ടോ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടോ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത് ഒരു കാലത്തും ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിനെ ഇപ്പോഴും വളരെ വളരെ ഊർജ്ജവാനും സന്തോഷവാനും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ എനിക്കറിയില്ല. എന്നോട് ഗുരുനാഥനായിട്ടുള്ള വല്ലഭേട്ടൻ പറഞ്ഞു, ഞാനവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞ എന്ത് കാര്യമാണോ അതെല്ലാം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. എന്തായാലും ഒരു മഹത്തായിട്ടുള്ള ഒരു യജ്ഞം അല്ലെങ്കിൽ യാഗം എന്ന് തന്നെ, യാഗമാണല്ലോ ഇപ്പോൾ വിഷയം. യാഗം നടക്കണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ഇതിന് തയ്യാറായിട്ട് എല്ലാം രചിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജനത. അത് വളരെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിലയ്ക്ക് എൻ്റെ കൂടി നാടായിട്ട് ഞാൻ ഇപ്പൊ കണക്കാക്കുന്ന സാക്ഷാൽ പട്ടാമ്പിക്കടുത്തുള്ള പെരുമുടിയൂർ എന്ന ഗ്രാമത്തിന് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം അർപ്പിക്കുന്നു. കൂടാതെ ഭയങ്കര അതിശയമായിരുന്നു എനിക്ക് അവസാനത്തെ 3 ദിവസം ഈ മിഥുൻ പറഞ്ഞ പോലെ കയ്യമടക്കി മറ്റേ കൃഷ്ണാഞ്ജനത്തോലൊക്കെ ഇട്ട് ഇങ്ങനെ 72 മണിക്കൂർ ഭക്ഷണമില്ല, ഉറക്കമില്ല, മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ചൊറിയാൻ പാടില്ല, ഇങ്ങനെ ഒരു കഠിന വ്രതത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാര് ആ യാഗശാലയുടെ ചുറ്റും രാത്രി 2 മണിക്കും 1 മണിക്കും 3 മണിക്കൊക്കെയാണ് യാഗശാലയുടെ ചുറ്റും എല്ലാം വൃത്തിയാക്കി ശുചീകരിച്ച് അവർക്ക് അവിടെ കാണാനിരിക്കുന്നതുകൊണ്ട് ഭക്ഷണം, വെള്ളം ഇതെല്ലാം എത്തിച്ചു കൊടുത്ത് അങ്ങനെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു ജനത ഇതിന് മുൻപിൽ വേണം. പിന്നെ നിശ്ചയദാർഢ്യമുള്ള ഒരു കർമ്മികളുടെ ഗ്രൂപ്പ് ഇതിന് വേണം. ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന്, പിന്നെ ഇന്നത്തെ കാലത്ത് ധനം വളരെ കൂടുതൽ വേണം. ബാർഗനിങ്ങുകളും അതിൻ്റെ മുകളിലുള്ള ബാർഗനിങ്ങുകളും ഒക്കെ കഴിയണം. ഇങ്ങനെ ധനം വേണം. ഇത് കഴിഞ്ഞിട്ട് ഇതിന്ന് എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് വേണം അടുത്തൊരു യജ്ഞം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് പങ്കുവെക്കാൻ. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. പണ്ട് ഇല്ലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഇല്ലം വിറ്റ് യാഗം ചെയ്യാനായിരുന്നു. ഇപ്പൊ പലരും യാഗം ചെയ്ത് ഇല്ലം വാങ്ങിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ആ ഒരു സാമ്പത്തിക ഇച്ഛ നോക്കാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ഹൈന്ദവ പ്രാർത്ഥന പോലെ നമ്മളിത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു തോന്നലോടുകൂടി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം വേറൊന്നുമല്ല, എന്നോട് ആ സമയത്ത് ഈ കമ്മിറ്റിയിൽ വന്ന കുറച്ചു പേര് എന്താണ് തിരുമേനി ദക്ഷിണ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1 രൂപ വന്നാലും 1 കോടി രൂപ വന്നാലും ഒരേ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. ഞാൻ ധനത്തിനെ മോഹിച്ചിട്ടല്ല ഇതിന് ചെയ്യണത്, ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനസ്സോടു കൂടി ഇറങ്ങാൻ കഴിവുള്ള അല്ലെങ്കിൽ തയ്യാറുള്ള കുറച്ച് ആൾക്കാർ കൂടി, ധനേച്ഛ കൂടാതെ ചെയ്യാൻ തോന്നുന്ന കുറച്ച് ആൾക്കാർ കൂടി ഇനിയും നിരവധി യാഗങ്ങൾ നമ്മുടെ മണ്ണില്, ഈ പരിപാവനമായ പരശുരാമന്റെ മണ്ണില്, പരശുരാമന്റെ മണ്ണെന്ന് ഞാൻ പറയാൻ പ്രത്യേക കാരണം ഇപ്പോ ഒരു 2 മാസമായിട്ട് സാക്ഷാൽ പരശുരാമ സ്വാമിയെ സേവിക്കാനുള്ളൊരു അവസരം ഭഗവാന്മാരുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിലും എങ്ങനെയായാലും എനിക്ക് വന്നു ചേർന്നു. ആ ഒരു പരശുരാമസ്വാമിയുടെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശങ്കരാചാര്യരും മേൽപ്പത്തൂരും പൂന്താനവും അങ്ങനെയുള്ള മഹത്തുക്കളാണ് നമ്മൾ റോൾ മോഡലുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് നമ്മുടെ സ്വജനത്തിന്റെ ഒരു കൂട്ടായ്മയും യാഗത്തിന്റെ ഒരു വേദിയും ബ്രാഹ്മണരുടെ സംരക്ഷകനായിട്ടുള്ള പരശുരാമസ്വാമിയുടെ സേവനം എന്നുള്ള നിലയിലും ഒരിക്കൽ കൂടി പറയാണ്. അവരെയൊക്കെ റോൾ മോഡലായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. പക്ഷേ
ഇത് കലിയുഗമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ നിഷിദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയും ബ്രാഹ്മണിക്കൽ ഹിജമണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ നികൃഷ്ടരായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന ഈ കലിയുഗത്തില് ഞാൻ പറയുന്നത് സാക്ഷാൽ പരശുരാമസ്വാമിയെ റോൾ മോഡലാക്കി എടുക്കണം. എണ്ണിക്കൊണ്ട് 21 പ്രാവശ്യം തന്റെ ശത്രുക്കളെ കൊന്ന് ആ രക്തത്തിൽ പിതൃഗണ തർപ്പണം ചെയ്ത മഹാനായിട്ടുള്ള ബ്രാഹ്മണ രക്ഷകൻ, അദ്ദേഹത്തിനെ റോൾ മോഡലാക്കി എടുത്ത് ഇനിയൊരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മണിസം അല്ലെങ്കിൽ യാഗങ്ങള്, യജ്ഞങ്ങള് എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും അതെല്ലാം നികൃഷ്ടമായി നമ്മളെ തിരിഞ്ഞു കുത്തും. അതിനുള്ള വഴി വരാതെ നമ്മളെല്ലാവരും ബോധത്തോടുകൂടി എന്താണ് യാഗം, എന്താണ് യജ്ഞം, എന്താണ് നമ്മുടെ സംസ്കാരം, ഷോഡശക്രികൾ എന്താണ്, ഇതെല്ലാം പഠിച്ച് കുട്ടിക്കാലം മുതലേ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് അവരെ ഒരു ബ്രാഹ്മണനായി വളർത്തി, മനുഷ്യനായി വളർത്തി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ബാർഗെയിനിങ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി തീർക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. എന്തായാലും ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ച ആ ഒരു ഭാഗ്യത്തിനും എല്ലാവർക്കും നന്ദി പറയണു. എല്ലാവരും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തുടങ്ങണം. ഇവര് രണ്ടാളും മാത്രം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ പോരല്ലോ, ഞാനും സംസാരിച്ചാൽ പോരാ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതും കൂടി സംസാരിച്ച ഒരു ചർച്ച പോലെ ആക്കിയാലല്ലേ ഇതൊരു ഭംഗിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതും സംസാരിക്കാം. അതിന്റെ കൂടെ പെരുമുടിയൂര് യാഗത്തിന്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളതിൽ ഒരു ദാസേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കൂടി സ്മരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ആ യാഗം നടന്ന് അവസാനം ഒരു പകുതിയായപ്പോ സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാവും എന്നെല്ലാം പറഞ്ഞപ്പോ എന്റെ 60 സെന്റ് സ്ഥലമുണ്ട്, അത് വിറ്റാലും ഞാൻ ഈ യാഗം നടത്തുമെന്ന് പറഞ്ഞ ആ മഹാമനുഷ്യന്റെ ആത്മാവിനും ശാന്തി നേർന്നുകൊള്ളുന്നു. അതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു ജനതയായി നമുക്കും വളർന്നു വരണം. എല്ലാവർക്കും സന്തോഷം മാത്രം അറിയിക്കുന്നു. നമസ്കാരം. നന്ദി ശ്രീകണ്ഠൻ സോമയാജി അവർ. ശ്രീകണ്ഠന്റെ ഈ വാക്കുകൾ വളരെ സന്തോഷം, വളരെ ഭാഗ്യം ചെയ്തൊരു നിമിഷം തന്നെയാണിത്. ഇത്രയും നേരിട്ട് ഒരു യാഗം നടത്തിയ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ നമുക്ക് എന്താ പറയാ, ഒരു നേരിട്ടുള്ളൊരു അനുഭവം എപ്പോഴും നമുക്കൊരു സന്തോഷം പകരുന്ന, വളരെ ഭാഗ്യം സിദ്ധിച്ചൊരു നിമിഷമാണിത്, നേരിട്ട് ആ വാക്കുകൾ ശ്രവിക്കാൻ സാധിച്ചത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആവാം. സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പങ്കിടാം. തീർച്ചയായിട്ടും മ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ ഈ ഒരു സെഷനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിൽ കൂടി തുറന്ന് പങ്കിടാം ഈ അവസരത്തിൽ. ശ്രീദേവി ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. പാഞ്ഞാളാണ് സ്ഥലം. ഏറ്റവും കൂടുതൽ യാഗങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് പാഞ്ഞാള്. അറിയുന്നുണ്ടാവും, 2011 മിഥുനേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ എല്ലാ ദിവസങ്ങളിലും ഒരു വളണ്ടിയർ ആയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മുത്തച്ഛൻ, എൻ്റെ അമ്മാത്ത മുത്തച്ഛൻ യാഗം ചെയ്തിട്ടുള്ള ആളാണ്, ചെമാരിയാണ്. അതേപോലെ അമ്മയുടെ മുത്തച്ഛൻ നെല്ലിക്കാട്ട് മാവുണ്ണ് അക്കിത്തരിപ്പാടാണ്. അതേപോലെ അച്ഛന്റെ മുത്തശ്ശൻ കൊരട്ടിക്കര യാഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേട്ട് ചെറുപ്പം മുതലേ എന്താണ് യാഗം എന്നൊക്കെ കേട്ട് അതിന്റെ ബാക്കി ആയിട്ടുള്ള കാര്യങ്ങള്, ഹോമകുണ്ടങ്ങളായാലും അതെ, ചിതി. ഇപ്പൊ പാഞ്ഞാള് തന്നെ നിലവില് 2 ചിതി ഉണ്ട്. ഒന്ന് പഴയ അതിരാത്രത്തിന്റെ ചിതി, അത് അമ്മേടമ്മാത്തെ തൊടിയിലുണ്ട്. അതുകൂടാതെ ഇപ്പോ 2011 നടന്നതിന്റെ ചിതി തോട്ടത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ യാഗത്തിൻ്റെതായിട്ടുള്ള കുറെ ഓർമ്മകള് പറയുന്ന നാട്ടുകാരുള്ള, അവര് പറഞ്ഞ് കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്കും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പേരൊന്ന് പറഞ്ഞോളൂ. എന്റെ ഇല്ലം കൊരട്ടിക്കരയാണ്, പാഞ്ഞാള്. എന്നെ കൊടുത്തിരിക്കുന്നത് അക്കരെ ചിറ്റൂര് എന്ന് പറയും. അപ്പോ കൊറേ നാട്ടുകാരും അതെ, പിന്നെ പുറത്ത് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും പാഞ്ഞാളാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ
അതിരാത്ര ഭൂമിയല്ലേ അല്ലെങ്കിൽ യാഗം ഉണ്ടാവണ സ്ഥലല്ലേ എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പോ അതിന്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പേരിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു പേരിൽ അറിയപ്പെടാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറെ ശരിക്കും വളരെ അഭിമാനം തന്നെ തോന്നണം പാഞ്ഞാളെന്ന് കേൾക്കുമ്പോൾ. ഞങ്ങളും ഈ ചിറമുക്ക് ഫാമിലി ആയാലും 1976 നടന്ന അതിരാത്രത്തിന്റെ ആ ഒരു ബേസിലാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് അഹങ്കരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അഹങ്കാരമുണ്ട് തീർച്ചയായിട്ടും. CV സോമയാജിപ്പാട് എന്ന് പറഞ്ഞ ആ ഒരു മഹാനുഭാവന്റെയും വാസുവനക്കത്തോട് കൃഷ്ണൻ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി തുടങ്ങിയുള്ള മഹാഋത്തുക്കളുടെ ഒരു യാഗമായിരുന്നു അത്. ഇപ്പോഴും വീഡിയോ ഒക്കെ കാണാറുണ്ട്. ആ ഒരു യാഗഭൂമി എന്ന് പറയുമ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ആ ആത്മാക്കളുടെ ഒരു സ്പന്ദനം ഞങ്ങൾക്ക് നീലകണ്ഠൻ കിത്തിരിപ്പാട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെയൊക്കെ ആത്മാവിന്റെ സ്പന്ദനം ഞങ്ങൾക്ക് ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പാഞ്ഞാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അങ്ങേക്ക് അഹങ്കരിക്കാം, അഭിമാനിക്കാം. അതുപോലെ ഇതുമായി മഴ പെയ്യോ എന്നുള്ളതിന് ഒരു രസകരമായ കാര്യം അവിടെ പറയുന്നത് കേൾക്കാറുണ്ട്. 75 യാഗം നടന്നപ്പോ അത് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ഭാഗത്ത് തന്നെ ഉള്ള കുറെ മുസ്ലിംസ് ഒക്കെ പറഞ്ഞു, യാഗമൊക്കെ ചെയ്ത് നിങ്ങൾ ഈ തീ കത്തിച്ചിട്ട് മഴ പെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പൂരിശന്മാര് യാഗശാലയുടെ മുകളിൽ കയറി മൂത്രമൊഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവര് കളിയാക്കി. അത് അവിടെ നാട്ടുകാർ പറയുന്നത് കേൾക്കണതാണ് കേട്ടോ. അങ്ങനെ കളിയാക്കി ഇട്ടുള്ള ആൾക്കാര് അവിടെ നിന്ന് തിരിച്ചു പോയി വീട്ടിലെത്തണേന്റെ മുമ്പേ ഗംഭീര മഴ പെയ്തു എന്ന് അവരെന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. CV സോമയാജിപ്പാട് അദ്ദേഹത്തിനോട് നമ്പൂരി മഴ പെയ്യോന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ അവസാനം അതൊരു സംശയമായി മാറിയപ്പോ അന്ന് അവിടുന്ന് ടാക്സി എടുത്ത് പോയി ശുഭപുരത്ത് നടയിൽ പോയി നമസ്കരിച്ച് ചതുശവൻ നേർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആ യാഗം ചെയ്തതിന് യാഗത്തിന്റെ സമയത്ത് എനിക്ക് 6 വയസ്സോറ്റാണ്. ആ സമയത്ത് ആ യാഗശാല കത്തിച്ച് മഴ പെയ്തിങ്ങനെ കിടക്കുമ്പോ ഇന്ന് പറയാൻ പാടില്ല, എന്നാലും ഈ ചെറുമക്കള് അങ്ങനെയുള്ള കുട്ടികളൊക്കെ പോയി ആ കണ്ടത്തിൽ തുള്ളിച്ചാടുന്ന കാണുമ്പോൾ ഞാൻ ഒന്ന് ഓടിപ്പോയി ആ വെള്ളത്തിലൊന്ന് കുത്തി ചാടിയാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അന്ന് നമ്മള് ബ്രാഹ്മണരും ഈ ബ്രാഹ്മണക്ക് ഹിജിമണിയൊക്കെ കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് അവരൊന്നും സമ്മതിച്ചില്ല, കൈ പിടിച്ചു നിർത്തി. അങ്ങനെ ഒരു സന്തോഷം ആ മഴയും ആ യാഗത്തിന്റെ മഴയും കാണാനുള്ള സുഹൃതം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. 2011 അനുഭവം ഉണ്ട്. ആ യാഗശാല കത്തിക്കുന്നത് വരെ വളരെ തെളിഞ്ഞ ആകാശമായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി കുറെ കൊക്കുകള്, അതിന്റെ വീഡിയോ ഇപ്പൊ അടുത്ത് വീണ്ടും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ കുറെ കൊക്കുകളൊക്കെ പറന്നു പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാലോ. അങ്ങനെ പോയി പെട്ടെന്ന് തന്നെ വളരെ ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. കൊടയൊന്നും പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, അത്രയും വലിയ ശക്തിയായിട്ടുള്ള മഴ പെയ്ത്. അതിനുശേഷം കുറച്ച് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് ഇത്രയും മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു യാഗം നടന്നതിന്റെ ഒരു എഫക്റ്റ് അത് നാട്ടുകാർക്കും വളരെയധികം ഇതുള്ള കാര്യമാണ്. അപ്പൊ അതും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. വളരെ നന്നായി. നമസ്കാരം. എൻ്റെ പേര് കേശവൻ നമ്പൂതിരി, മധു എന്ന് വിളിക്കും. ഞാൻ കുട്ടമ്പേരിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. വളരെ നല്ല സെഷനായി. യാഗത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു രണ്ടുപേരും. അതുപോലെ ചേട്ടനും യാഗം ചെയ്ത ആള് പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. ഒരു സംശയം, ഇപ്പൊ ഈ അഗ്നി സൂക്ഷിക്കുന്ന ഇല്ലങ്ങളുണ്ടോ പാഞ്ഞാളിലോ അല്ലെ എവിടെങ്കിലും? നമ്മൾ വിവാഹത്തിനൊക്കെ കാച്ചു കെട്ടി അഗ്നി, പിന്നെ നമ്മള് ഇപ്പൊ കാച്ചു കെട്ടുന്നുണ്ടല്ലോ, പിന്നെ നമ്മള് ഒന്നും ചെയ്യാറില്ല ഇങ്ങോട്ടൊന്നും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ കുട്ടിക്കാലം മുതല് ഇല്ലത്ത് അഗ്നിഹോത്രം ഇല്ലാത്തൊരു കാലഘട്ടം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ത്രേതാഗ്നി അഗ്നിഹോത്രമായിട്ട് സംരക്ഷിച്ച് അതിന് മാസം ഇഷ്ടിയും അങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിഹോത്രം എൻ്റെ ഇല്ലത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പുത്തില്ലത്തുണ്ട്. അങ്ങനെ
വേറെ ഏതോ ഏതൊക്കെയാ മിഥുന, എനിക്ക് ഓർമ്മ വരില്ല. നടുവിൽ പഴയടത്തുണ്ട്. ആ ഇങ്ങനെ 4 സ്ഥലത്ത് ഉണ്ട് ഇപ്പൊ. അതേപോലെ കൊമ്പക്കുളത്ത്, കണ്ണൂര്, അത്രയും. അപ്പൊ രാവിലെ അതേപോലെ വീട്ടിൽ ചമത ഹോമം ഉണ്ടോ എന്നും? ചമതയല്ല, അഗ്നിഹോത്രം എന്ന് പറഞ്ഞ ഒരു ക്രിയ തന്നെയാണ് ആ അത്. അതിൽ പ്രധാനമായിട്ട് കേരള സമ്പ്രദായ പ്രകാരം തൈരാണ് ഉപയോഗിക്കുക. ആ ശരി. കേരളത്തിന് പുറത്താണെങ്കിൽ അരിപ്പൊടി കൊണ്ട് ചെയ്യണവരുണ്ട്. അത് അവരവരുടെ സമ്പ്രദായ പ്രകാരം പാലിൽ കഴിക്കണവരുണ്ട്, അരിപ്പൊടി കൊണ്ട് ചെയ്യണവരുണ്ട്. കേരള സമ്പ്രദായ പ്രകാരം തൈരാണ്. അത് മാത്രല്ല, യജമാനോ യജമാനപത്നിയോ ആരെങ്കിലും ഒരാള് ഇല്ലത്തുണ്ടാവും വേണം എപ്പോഴും. അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. ദേശം വിട്ടു പോകാൻ പാടില്ല. അതെ. അതേപോലെ അഗ്നിഹോത്ര സമയത്ത് അഗ്നിഹോത്രത്തിന്റെ ആ പരിധിയിൽ ഉണ്ടാവണം. അതെ. അതേപോലെ ഇപ്പൊ ചോദിച്ചല്ലോ, ഇത് കാച്ചി കെട്ടിക്കഴിഞ്ഞാ ശരിക്കും ഞങ്ങളൊക്കെ പറയാറുള്ളത്, ക്രിയ കഴിപ്പിച്ച് കഴിക്കാൻ പറയാറുള്ളത്, കാച്ചി കെട്ടിയത് ഇല്ലത്തെത്തെങ്കിലും കുടിവയ്പ്പിന് കയറുമ്പോ അത് കയ്യിലുണ്ടാവണം എന്നെങ്കിലും പറയാറുണ്ട്. സ്വതേ ആ തീ കൊണ്ടുപോയി കുടിവയ്പ്പിന് അത് കൊണ്ടുപോയി അവിടെ വച്ച് വടുക്കണിയിൽ വച്ച് പിന്നെ തീയിട്ട് അങ്ങോട്ട് ക്രിയ തുടങ്ങുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പൊ അത് നടപ്പില്ല. വളരെ അപൂർവമായിട്ടേ നടക്കണുള്ളൂ. വളരെ അത്യപൂർവം തന്നെ പറയാം. എന്നാലും 1-2 സ്ഥലങ്ങളിൽ ഇപ്പോഴും ഔപാസനാഗ്നി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തില്. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ, സംശയങ്ങൾ? ഇതിലൊരു കാര്യം കൂടിയും കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോ യാഗം ചെയ്തതില് യജമാനാണോ യജമാന പത്നിയാണോ ആദ്യം മരിക്കുന്നത്, അവരുടെ ഒപ്പം ആ അഗ്നി അവസാനിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പോ എന്റെ മുത്തശ്ശനും അവര് യാഗം ചെയ്തതായിരുന്നു. ഇത് അഗ്നി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം അരണി കടഞ്ഞ് ഇതേപോലെ യാഗത്തിന് ഉണ്ടാക്കുന്നത് പോലെ അഗ്നി ഉണ്ടാക്കിയതിന് ശേഷമാണ് മുത്തശ്ശന്റെ സംസ്കാരം നടത്തിയത്. അപ്പൊ അതിന് അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാവാൻ ഒരു 3-4 മണിക്കൂറോളം എടുത്തു. എന്നിട്ടാണ് സംസ്കാരം നടത്തിയുള്ളൂ. പ്രേതാധാനം എന്നാണ് ആ ക്രിയക്ക് പറയുക. അത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ആധാനം. ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മള് സ്വതേ ഇഗ്നോർ ചെയ്ത് പോണ ഒരു കേസാണ്. അതായത് യാഗം യജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ സ്വതേ ആണുങ്ങളായിട്ടുള്ള നമ്പൂതിരിമാരുടെ ഒരു അതിപ്രസരം തോന്നും ചിലപ്പോ. പക്ഷെ ആ യാഗം നടക്കാനുള്ള ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത് ശരിക്കും യജമാന പത്നിയാണ്. ഒരു യജമാനൻ മാത്രം ഉണ്ടായാൽ പോരാ, യജമാന പത്നി കൂടി ഉണ്ടാവണം. അതില്ലെങ്കിൽ യാഗം എന്ന് പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല. അതായത് അങ്ങനെയാണ് അതിന്റെ വിധി. വേളി കഴിഞ്ഞാൽ പിന്നത്തെ അധികാരമുള്ള കുടുംബങ്ങളില് വേളി കഴിഞ്ഞാൽ പിന്നത്തെ ചടങ്ങ് യജ്ഞാണ്. അതേപോലെ എല്ലാം അഗ്നിസാക്ഷിയാണല്ലോ. ജനിച്ച ഉപനയനം കഴിഞ്ഞ ഉടനെ ഉപനയനത്തോടു കൂടി അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാം ചെയ്യുക. വേളി അഗ്നിസാക്ഷിയാണ്. അവസാനം നമ്മൾ പോണതും അഗ്നിയിലേക്കാണ്. അപ്പൊ ഈ യജമാന വളരെ അഗ്നി എന്ന് പറയുന്നത് സ്വയം അശുദ്ധാവാത്തതും എന്നാൽ എന്തിനീ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുവാണല്ലോ. അതുപോലെ നമ്മുടെ പാഴായിട്ടുള്ള ഈ ശരീരം അവസാനം ദഹിപ്പിക്കുന്നതും അഗ്നിയിലാണ്. അതുപോലെ ഹോമിക്കുന്ന ദ്രവ്യങ്ങളെ ഏറ്റവും ഫാസ്റ്റായിട്ട് ആ ദേവതയിലേക്ക് എത്തിക്കുന്ന മീഡിയേറ്റർ കൂടിയാണ് അഗ്നി എന്നാണ് പറയുന്നത്. മറ്റ് സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഈ സെഷൻ അതൊക്കെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഇനിയും സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ?
വപ എന്ന് പറയണത് ദേവന്മാർക്കുള്ള ഉത്തമ ഭക്ഷണം എന്നാണ് ബ്രാഹ്മണങ്ങളിൽ വിധിച്ചാലും നമ്മളിപ്പോ ഇപ്പൊ പറയുമ്പോ ആൾക്കാർക്ക് നീരസം തോന്നുമോ അറിയില്ല. നമ്മള് ഒരു BC 5-ാം നൂറ്റാണ്ടുകൾ വരെ ഇവിടെ എല്ലാവരും മാംസം ആഹാരമായിരുന്നു, എല്ലാവരുടെ ആഹാര ഭാഗമായിട്ട് മാംസം ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നേല് ശോഷിപ്പിക്കാൻ വയ്യ, അതായത് പിന്നെ ശോഷിപ്പിക്കാൻ വയ്യാത്ത ഭാഗങ്ങൾ അങ്ങനെ നിലനിർത്തി ഈ പുരോടാശം അവധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചില ഭാഗങ്ങളിലൊക്കെ മാംസപ്രതീകമാണ്. അപ്പോ അതിൽ ശോഷിക്കാൻ, അതായത് മാംസത്തിന് പകരമായി ഉപയോഗിക്കാൻ കഴിയണ ഭാഗങ്ങളൊക്കെ അരിപ്പൊടിയോ ബാക്കിയുള്ള അരിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ദ്രവ്യങ്ങളോ പുല്ലോ ഒക്കെ ആയിട്ട് മാറ്റി തീരെ ശോഷിക്കാൻ വയ്യ എന്നുള്ള ഭാഗത്തെ വപയായി നിലനിർത്തിയെന്നേ ഉള്ളൂ. അതായത് അന്നത്തെ മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു വപ അല്ലെങ്കിൽ ഈ മാംസം എന്ന് പറയണത്. അപ്പൊ നമ്മള് പറയണു അതിഥി എന്ന് പറയണു. അതിഥിക്കുള്ള വേറൊരു വിശേഷണം എന്താ വെച്ചാ ഗോഹത എന്നാണ് വേറൊരു പര്യായം. അതായത് ഒരു അതിഥി ഒരു ഇല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പശു മരിക്കും അല്ലെങ്കിൽ ഒരു കാള മരിക്കും. അതായത് അതിഥിക്ക് കൊടുക്കണ ഏറ്റവും ഉത്തമ ഭക്ഷണം എന്ന് പറയുന്നത് ഈ കാളയുടെ മാംസമായിരിക്കും. അത് എന്താ വെച്ചാ അന്നത്തെ കാലഘട്ടത്തില്, അതായത് BC എന്താ പറയാ 1000 BC 2000 വരെയൊക്കെ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ മതി. അതൊരു എന്താ പറയാ, അന്ന് ഗോക്കള് മാത്രമാണ് അല്ലെങ്കിൽ ഈ ആടുകളോ അവരൊക്കെയാണ് ഒരു റിസർവ് എന്ന് പറയണത്. ഇപ്പൊ ഏറ്റവും വലിയ, ഇപ്പൊ ജിത്തു പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മള് സിറിയൻ, ഇപ്പൊ കുറെ നമ്മള് സ്ഥലം നോക്കി കഴിഞ്ഞാൽ സിറിയൻ പാർട്ടില് ഹോമോസാപ്പിയൻസിന്റെ ഈ ഒരു ആൾക്കാരുണ്ടായി, ഇപ്പോഴത്തെ ജനറേഷനോട് സാമ്യമുള്ള ആൾക്കാരുണ്ടായി. ഇവരില് 2 ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കാശ്മീർ കൂടെ ഭാരതത്തിലേക്ക് കടന്നു എന്നാണ് പറയണത്. അപ്പോ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിശൈത്യ സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അതായത് താഴേക്ക് തെക്കോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഭക്ഷണ സമ്പ്രദായങ്ങൾ മാറി കുറച്ചും കൂടി പ്യുവർ ഫോമിലേക്ക് വെജിറ്റേറിയൻ ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ഊർജപ്രദമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വപ എന്നുള്ളത് അവിടെ വരണേ. ഈ യാഗങ്ങളില് എല്ലാ കാലഘട്ടത്തിലും ചെറിയ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ പുറത്തെ യാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ എഫക്റ്റുകൾ, ബുദ്ധിസത്തിന്റെ അതിഭയങ്കരമായിട്ടുള്ള അതിപ്രസരങ്ങള് യാഗങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അത് നോക്കുമ്പോൾ കേരള സമ്പ്രദായത്തില് 99.8% അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവ്വസൂരികൾ മാറ്റിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം, കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇന്ന് ഈ 75-ലെ യാഗത്തിൽ എടുത്തിട്ടുള്ള CVയും ഒക്കെ കൂടി എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വപയ്ക്ക് പകരം പിഷ്ടപശു, അതായത് പിഷ്ടം എന്ന് പറഞ്ഞാൽ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പശുവിനെ ഉപയോഗിക്കാം എന്നുള്ളത്. അതായത് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടായിരിക്കും. അത് കാലാനുസൃതമായിട്ട് ചെറിയ മാറ്റങ്ങൾ, അതിന്റെ ടോട്ടൽ കോൺസെപ്റ്റ് മാറാണ്ട്. അതെ, പാഞ്ഞാള് യാഗത്തിലാണ് 75-ലെ മുത്തശ്ശന്റെ അതിരാത്രത്തിന്റെ കഥയാ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഓരോ കാലഘട്ടത്തിനും അതാത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് പിഷ്ടപശു എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്ന് വയ്ക്കുക. അതായത് ഒരു ദ്രോഹം എന്ന് നമുക്ക് പറയാൻ വയ്യ. അതെ, അതായത് ഇന്റർപ്റ്റ് ചെയ്തോട്ടെ, ഒരു എക്സ്ട്രീം ഒപ്പീനിയൻ ആണ്. എക്സ്ട്രീം ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത്
നമ്മൾ ഈ ബലി നടത്തുന്നത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വളരെ തെറ്റാണ്. പക്ഷെ നമ്മുടെ വേദിക് കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ ഈ യാഗത്തിൽ ബലി കഴിക്കുന്ന കാറ്റിൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. ഈ ഈ കാറ്റിൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സമയത്ത് യജമാനന്റെ മനസ്സിൽ പേടി തോന്നിയാൽ അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയാൽ ആ യജമാനനെ നരകത്തിലെത്തി ഈ പശു ഭക്ഷിക്കുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇതൊക്കെ ആഹ് രണ്ട് ഇൻഫ്ലുവൻസുകളാണ്. ഒന്ന് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ്, പിന്നെ ഒന്ന് ബുദ്ധന്മാരുടെ ഇൻഫ്ലുവൻസ്. ഈ ബുദ്ധമതത്തിൽ നിന്നാണ് നമ്മൾ മൃഗങ്ങളെ കൊല്ലുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലല്ല, നമ്മൾ ബലി കഴിപ്പിക്കുകയാണ്. കൊല്ലുക എന്നുള്ളത് നെഗറ്റീവ് അർത്ഥമായിട്ട് മാറും. ബലി കഴിക്കുന്നത് വളരെ തെറ്റാണെന്നും അത് വളരെ നീചാണ്, വളരെ ഈവിലാണ് എന്നും നമ്മളെ പറഞ്ഞ് കണ്ടീഷൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്ക് ഒരു എക്സ്ട്രീം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ വാമാചാരങ്ങള്, അതായത് ഈ അഥർവവേദത്തിൽ പറഞ്ഞുള്ള വാമാചാരങ്ങൾ, ഇതൊക്കെ ഈ ബലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ വളരെ ആയിട്ടുള്ള കൾച്ചറാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കുക. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ. അതോട് അനുബന്ധപ്പെട്ട് വന്നിട്ട് തന്നെയാണ് ഈ മൃഗബലി, അല്ലെങ്കിൽ മൃഗബലി എന്ന് നമ്മൾ നെഗറ്റീവ് കൊണോട്ടേഷനിൽ പറയുന്ന ഈ ചടങ്ങ്. പിന്നെ ഇതൊക്കെ മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നിന്ന് പോകും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഇതിനെ എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ നിലനിൽപ്പ് ഇല്ലാതായി മാറും. അതാണ് മൃഗബലിയുടെ കേസ്. തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിലുള്ളൊരു നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിപ്ലൈകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കിടാനുള്ളവർക്ക് പങ്കിടാം. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ആലുവാപ്പുഴയ്ക്ക് തെക്കോട്ട് അങ്ങനെ യാഗാധികാരികളില്ല, അങ്ങനെ ഒരു ഇത് പണ്ടേ ഉള്ളതാണോ അങ്ങനെ ഒരു? അങ്ങനെയല്ല. അത് എന്താ പറയാ, നമ്മൾ പ്രധാനമായിട്ടും യാഗങ്ങൾ, അതായത് കേരളത്തിലെ പരശുരാമ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ രണ്ടാമത്തെ ബ്രഹ്മപ്രതിഷ്ഠ നടന്നതിന് ശേഷം, അങ്ങനെ തന്നെ പറയാ, രണ്ടാം ബ്രഹ്മപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജാവിന്റെ ആവശ്യപ്രകാരമാണ് ഏറെക്കുറെ യാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്തുണ്ടായിച്ചാൽ തിരുവിതാംകൂർ രാജാവ് അവിടെയുള്ള യാഗാധികാരമുള്ള നമ്പൂതിരിമാരെയൊക്കെ ആട്ടി ഓടിച്ചു. അവരൊക്കെ ആലുവ പുഴ കടന്നു. ആലുവ പുഴ കടന്നപ്പോ ഇവിടെയുള്ളവർ ശപിച്ചു, ഇനി യാഗം ഇല്ലാണ്ടായിട്ട് നിങ്ങൾ നശിച്ചു പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് അവിടെ യാഗാധികാരമുള്ള നമ്പൂതിരിമാർ ഇല്ലാണ്ടായി. നമ്പൂതിരിമാരോടൊക്കെ ആയുധം എടുക്കാനും ഉത്തരവിടുകയുണ്ടായി. രണ്ടുപേരും ഉണ്ട്, കായംകുളം രാജാവും ഉണ്ട്, അതേപോലെ തിരുവിതാംകൂർ അന്ന് തിരുവിതാംകൂർ ആയിട്ടില്ല, വേണാടാണ്, ഇവരും ഉണ്ട്. അതിനുശേഷം ഒരു ടിപ്പുവിന്റെ ആക്രമണ കാലഘട്ടത്തില് നെടുങ്കോട്ട പണിതിട്ട് പോലും അതിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംശയം വന്നപ്പോ ധർമ്മരാജാവന്നെ ചെറൂക്കിൽ വന്നിട്ട് യാഗം കഴിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പൊ അന്നും പറഞ്ഞു, ആലുവ പുഴയ്ക്ക് അപ്പുറം നിങ്ങൾക്ക് ശാപമല്ല താപമാണ്, അതുകൊണ്ട് ആലുവ പുഴയ്ക്ക് അപ്പുറം യാഗം കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് ചേർന്ന്, അതായത് കൊച്ചി രാജാവുമായി ചേർന്ന് ഇവിടെ മാവേലി ഇല്ലാത്ത സ്ഥലം കുറച്ച് സ്ഥലം രാജാവ് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് 1860 തോന്നുന്നു, 68 ഡേറ്റ് അവിടെ ഉറപ്പല്ല, യാഗം ഉണ്ടാവണം, ആലുവ സോമയാഗം ഉണ്ടാവണത്. അതുകൊണ്ട് മാത്രം ആ ആട്ടി ഓടിച്ചപ്പോ എല്ലാവരും കൂടി ശപിച്ചുകൊണ്ട് മാത്രമാണ് ആലുവ പുഴയ്ക്ക് അപ്പുറം യാഗല്യാണ്ടി ആയി എന്ന് പറയാ. നമ്മളിപ്പോ അങ്ങനെയൊന്നും കണക്കാക്കണ്ട. ഇനിയിപ്പോ അങ്ങയുടെ കെയർ ഓഫില് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്ത് ഒരു അതിരാത്രോ സോമയാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ ഞാൻ തയ്യാറാട്ടോ, ബാക്കി ബ്രാഹ്മണൻ തയ്യാറാവും. അതൊക്കെ നമ്മൾ വിട്ടുകളയാം, നമ്മൾ പഴയ ഇതല്ലേ. അല്ല, അങ്ങനെ ഒരു കേട്ടിട്ടുള്ളതുകൊണ്ട് ചോദിച്ചാണ്, ഇതിന്റെ ചരിത്രം മനസ്സിലായി ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അല്ല, അത് കഴിഞ്ഞിട്ട്
83 തിരുവനന്തപുരത്ത് സോമയാഗം ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട് ആ മേറ്റൂരിന്റെ. പിന്നെ തുറവൂര് ഒരു സോമയാഗം ഉണ്ടായി, അത് അവസാനം കർണാടക ബ്രാഹ്മണരോ മഹാരാഷ്ട്ര ബ്രാഹ്മണരൊക്കെ ചെയ്തു എന്നൊക്കെ അങ്ങനെ അതെ അത് അതെ രാത്രി. അതെ അതെ. എന്തായാലും ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംസാരിക്കാണ്ട് സംസാരിക്കൂ. വിശക്കണില്ല എല്ലാവർക്കും. ഇത് കൂടാതെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചൊരു യാഗം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഉവ്വ് ഉവ്വ് ഉവ്വ്. ആ യാഗത്തിലെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം, ഞാൻ 2010 ആലുവയിലെ വിഷ്ണു നമ്പൂതിരിയാണ് ചിറ്റാറ്റുപുറത്തില്ല. അപ്പൊ എനിക്കും പുതിയൊരു അറിവായിരുന്നു ഇന്നത്തെ ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന്. കാരണം നമ്മുടെ യാഗങ്ങൾ നടന്നു കഴിഞ്ഞാൽ മഴ പെയ്യും എന്നുള്ള ധാരണ തന്നെയായിരുന്നു ഞാനും കണക്കാക്കിയിരുന്നു. കാരണം ഇതുവരെ നടന്ന യാഗങ്ങളിലൊക്കെ മിക്കവാറും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആലുവ മണപ്പുറത്തുള്ള യാഗത്തിലും ഉണ്ടായിരുന്നു. അതിന് മുമ്പ് വരെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും ഞാൻ അന്ന് ആ ലാസ്റ്റ് ദിവസമാണ് പോയിരുന്നത്. ഇവിടെ ആലുവ അടുത്ത തന്നെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസങ്ങളിലൊന്നും പോക്കുണ്ടായിരുന്നില്ല. യാഗശാലക്ക് അഗ്നിക്ക് ഇരയാകുന്ന ആ വർഷം എന്നാണ് ഞാൻ പോകേണ്ട, ആ ദിവസം മാത്രമേ എനിക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ അന്ന് ഞാനും കണ്ടിരുന്നു ഈ പറഞ്ഞ മാതിരി തന്നെ. പെട്ടെന്നാണ് അങ്ങോട്ട് പ്രകൃതി ആകെ മാറി മഴ അവിടെയും പെയ്യുണ്ടായി. ആലുവയിലും അറിയില്ലാച്ചാലും ഈ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, ഇതിൽ ഹോമിക്കുന്ന സോമയാണെങ്കിലും ബാക്കിയുള്ള ദ്രവ്യങ്ങളാണെങ്കിലും എല്ലാം അന്തരീക്ഷത്തിൽ ഓക്സിജനെ വർദ്ധിപ്പിക്കണു, അങ്ങനെ മഴ പെയ്യണമെന്നൊക്കെയാണ്. തന്നെ ആയിരിക്കണം. അല്ല എന്തായാലും അത് അങ്ങനെ ഒരു നിർബന്ധമല്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ പ്രകൃതിക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ പ്രകൃതി റെസ്പോണ്ട് ചെയ്യും. പ്രകൃതിക്ക് ചൂടാണ് ആവശ്യം വെച്ചാൽ മഴ പെയ്യില്ല, ആ ചൂട് അവിടെ കീപ്പ് ചെയ്യും. അല്ല പ്രകൃതിക്ക് ഇപ്പൊ ആ ചൂടിനെ സന്തുലിതമാക്കണം, ആ ചൂട് ആവശ്യമില്ല, എനിക്ക് ഹ്യൂമിഡിറ്റി ആവശ്യമാണ്, അത് തോന്നിക്കഴിഞ്ഞാൽ മഴ പെയ്യും. യാഗം നടന്നിടത്തിലെല്ലാം മഴ പെയ്തായത് ആയിട്ട് തന്നെയാണ് അറിവ് കേട്ടവർത്തകട്. വളരെ അപൂർവം 1-2 സ്ഥലത്തൊക്കെ ഇല്ലാതിരുന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതായത് മഴ പെയ്യാൻ വേണ്ടി യാഗം കഴിക്കണ്ട, അത്രേ ഉള്ളൂ. ഇനി വേറെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള വേറൊരു ധാരണയും കൂടിയും പറയാം. ഇപ്പൊ വല്ലഭാപ്പന്റെ അതിരാത്രത്തില് 9ാമത്തെ ദിവസം മഴ പെയ്തു. ആൾക്കാർ വന്ന് ചോദിക്കുക കത്തിക്കല്ലേ ശാല എന്നാണ്. ഈ ദേശത്ത് നടന്ന ഈ രാജാവ് നടത്തിയ യാഗം എന്ന് പറഞ്ഞില്ലേ, ദേശത്താണ് അത് നടന്നത്. ദേശത്താണ്. അതെ, ദേശത്ത് അന്ന് വടക്ക് നിന്ന് ഒരു 28ഓളം ഇല്ലക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദികൻ ചെറുക്ക് അവിടെ വന്നത്. ആലുവ ചെറുക്ക് ചെറുമുക്ക് മാത്രം ഇവിടുന്ന് പോയില്ല, ബാക്കി എല്ലാവരും യാഗം കഴിഞ്ഞപ്പോ തിരിച്ചു പോയി എന്നാ പറഞ്ഞത്. ഇല്ല, എല്ലാവരും പോയിട്ടില്ല. അശ്കൻ അവിടെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിരുന്നു. ചെറുമുക്ക് ഇപ്പോഴും ദേശത്ത് തന്നെയുണ്ട്. അതെ, യാഗം നടന്ന ദേശത്തിനെയാണല്ലോ ശേഷം ദേശം എന്ന് വിളിച്ചത്. അതെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പോഴും ഉണ്ടല്ലോ, അന്ന് വന്ന് താമസിച്ചവരുടെ ആ ഇല്ലപ്പേരിൽ തന്നെ ഇപ്പോഴും കുറെ നായന്മാരൊക്കെ ഇവിടെ താമസിക്കണം. അതായത് കപ്പൂരിമന, ഇതൊക്കെ അങ്ങനെ ഇല്ലൊക്കെ പേര് തന്നെ ഇവരെയൊക്കെ അറിയപ്പെടുന്നത്. ആ വീട്ടുപേര് ഇപ്പോഴും ആ അലിക്കത്ത് മന, കപ്പൂരി മന, ഇങ്ങനെ കുറെ ഇല്ലപ്പേരുകൾ ഇപ്പോഴും ഈ ദേശത്തുണ്ട്. നായരുകാരൊക്കെയാണ് അവിടെ താമസമൊക്കെ. അപ്പൊ പറഞ്ഞ അന്ന് യാഗത്തിന് കൊണ്ടുവന്ന ഇല്ലക്കാരുടെ പേരുകളാണ് അതൊക്കെ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിങ്ങനെ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നമ്പൂതിരിമാരുടെ നടന്നിട്ടുള്ളത്. അന്ന് ഉള്ള നമ്പൂതിരിമാരാരും യാഗം നടത്തിയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരുന്നില്ല. അപ്പൊ ഇത് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇത് ആചരിക്കണം. അങ്ങനെയുള്ള നമ്മളെയാണ് ബ്രാഹ്മണിക്കൽ ഹിജിമണിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കത് ഭയങ്കര, നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പൂർവികന്മാര് പണ്ടെങ്ങോ എന്തൊക്കെയോ ചെയ്തു എന്ന് വിചാരിച്ച് ഇന്ന് നമ്മളെല്ലാവരും നല്ല അസലായിട്ട് പണിയെടുത്ത് അധ്വാനിച്ചിട്ട് ഊണും ഉറക്കം കളഞ്ഞിട്ട് തന്നെ ജീവിക്കുന്നത്. ഇപ്പോഴും പണ്ടത്തെ അന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടായിരുന്നത്. കാരണം എന്താണ് തീരുമാനിച്ചത്, 1 രൂപ വന്നാലും 1 കോടി തന്നാലും ഞാൻ ഒരേ മനസ്സോടെ കാണുന്ന പറഞ്ഞപ്പോ അങ്ങിപ്പോ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ളവരെ എങ്ങനെയാ പെരുമാറിയെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണല്ലോ അങ്ങിപ്പോഴും പെരുമാറുന്നത്. ഞാനതല്ല പറയണേ. അങ്ങനെ അന്ന് പണ്ടെങ്ങാണ്ട് ആൾക്കാർ ആരോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും നിഷിദ്ധരായിട്ട് കണക്കാക്കപ്പെട്ടാണ്. ഇന്നിപ്പോ അന്ന് നമ്മളേലായിരുന്നു സമ്പത്തുണ്ടായിരുന്നത്, ഇന്ന് രാഷ്ട്രീയക്കാരുടെയിലാണ്. അവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കണം. ഇന്ന് ചാനലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാണുന്നു, അത്രേ ഉള്ളൂ.
ഇനി ശരി, എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാനിപ്പൊന്നുമില്ല മോണോ, സമയം 10 മണിയായില്ല. സെഷൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കുറച്ചും കൂടിയും നമുക്കൊന്നും കൂടിയും ഇത് നന്നായിട്ട് നടത്തിയിട്ട് കുറച്ചും കൂടിയും ഇപ്പോ ആധികാരികമായിട്ട് കുറച്ചും കൂടി സംസാരിക്കാൻ പറ്റുന്ന ഈ അക്കിത്തിരിമാരാണെങ്കിലും സോമയാജിപ്പാടുമാരാണെങ്കിലും അതുപോലെ ഇതിന് നിരവധി യാഗങ്ങളിലെ അധ്വര്യമാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് സംഘടിപ്പിക്കാന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സെഷൻ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനു വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. 30-ൽ താഴെ പേരെ പങ്കെടുത്തോളൂ തോന്നുന്നു അല്ലേ? എത്ര പേരെ? 30-ൽ താഴെ പേര്. ഹലോ പ്രശാന്തേട്ടൻ പറഞ്ഞോളൂ, കേൾക്കാം. ഓ മനസ്സിലായി. നമസ്കാരം. നമ്മുടെ മാതൃസമിതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ് പ്രശാന്തേട്ടൻ. പ്രശാന്ത് നമസ്കാരം. നമസ്കാരം. ഞാനൊരു യാത്രയിലാണ്. ഞാൻ അതിനിടയ്ക്കാണ് ഒന്നൊരു സംസാരിക്കാന്ന് വിചാരിച്ചത്. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. റേഞ്ചിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേൾക്കാം പ്രശാന്തേട്ടാ. എന്തായാലും ഞാനത് തുടങ്ങിയപ്പോൾ മുതലേ കേൾക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതില്. അവതരിപ്പിച്ച രണ്ടുപേരും വളരെ മനോഹരമായിട്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി തന്നു. ഞാൻ യജ്ഞത്തില് ഒന്നും കൂടാൻ പറ്റിയിട്ടില്ല, യാഗത്തിലൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും നടക്കുമ്പോൾ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ചില അസൗകര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് ഇനി ഒരു യാഗം എവിടെയെങ്കിലും നടന്നാൽ ഉറപ്പായിട്ടും ഞാനൊന്ന് പോയി ഒരു ദിവസമെങ്കിലും അതിനകത്ത് പങ്കെടുക്കാൻ ശ്രമിക്കും. കാരണം ചെറിയൊരു നമുക്കൊരു ഔട്ട്ലൈനെ പറ്റി നമുക്ക് ഒരു കിട്ടി. ശരിക്കും ഒരു എല്ലാം ക്ലിയർ ആയി മനസ്സിലായി എന്നല്ല, എങ്കിലും ചിലപ്പോൾ ഇനി 1-2 പ്രാവശ്യം കൂടെ ഇതൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നി. എന്തായാലും ഈ യാഗത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കി തന്നതിന് വളരെ സന്തോഷം. രണ്ടുപേർക്കും എല്ലാ ആശംസകളും അതുപോലെ സന്തോഷവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എറണാകുളം യുവജന വിഭാഗത്തിന് പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യങ്ങളെ പരിചയപ്പെടുത്തി തന്നതിന് വളരെയധികം സന്തോഷം. നന്ദി. താങ്ക് യു പ്രശാന്തേട്ടാ. നമ്മുടെ സ്റ്റേറ്റ് യുവജന സഭയുടെ സെക്രട്ടറി ശ്രീ വിശാൽ അക്ര ചിറ്റൂർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിശാലേട്ടാ 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. അത് ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലാണ് പതിവ്. പക്ഷെ ഇന്ന് എന്തായാലും കുറച്ച് 2-3 ദിവസമായിട്ട് തീരെ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി മൊബൈലൊന്ന് ഓടിച്ചു നോക്കിയപ്പോഴാണ് പ്ലീസ് ജോയിൻ എന്നുള്ള മെസ്സേജ് കണ്ടത് സാന്ദ്രയുടെ. അപ്പൊ അതുകൊണ്ട് കയറാൻ പറ്റി. എന്തായാലും ഒരു 8:15 മുതൽ 8:10 മുതൽ ഇതേവരെ കുറച്ചു നേരം ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സമയവും തുടർച്ചയായിട്ട് എന്തായാലും ഈ പരിപാടി കേറ്റു. എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തതിൽ. ആദ്യമേ തന്നെ എറണാകുളം ജില്ലാ യുവജന സഭയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിന്റെ ആധികാരികതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ അറിവില്ല. ഈ 2 പേരിൽ ഒരാൾ എൻ്റെ അടുത്ത ബന്ധു ആയതുകൊണ്ടും അദ്ദേഹം എന്താ പറയാ നല്ല നല്ല അത്രയും താഴെത്തട്ടില് എന്താ പറയാ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും ആ ഒരു കാര്യം 1-2 സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെന്തായാലും അതോടുകൂടി തീർന്നു. അതായത് ഈ പറയുന്ന മഴ പെയ്യുന്നു എന്നുള്ള കാര്യം എല്ലാ യാഗത്തിനും ഉണ്ട് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണെന്നുള്ളത് ഇപ്പൊ എന്തായാലും മനസ്സിലായി. അപ്പോ എന്തായാലും 10-35ഓളം പേര് പങ്കെടുത്തു. എന്തായാലും ഇതിന്റെ പരിപാടി നടത്തിയ സംഘാടകർക്കും കൂടാതെ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞു തന്ന മിഥുനും ജിതേന്ദ്രനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് യോഗക്ഷേമം. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായി തോന്നുന്നു. സാന്ദ്ര യോഗത്തിന്റെ നന്ദി പറഞ്ഞതിനായി സാന്ദ്ര ക്ഷണിച്ചു പോകുന്നു.
ഗുഡ് നൈറ്റ്. തീർച്ചയായിട്ടും ശ്രീകണ്ഠേട്ടൻ പറഞ്ഞ പോലെ ഇനിയും ഒരു വിശദമായ ഒരു സെഷൻ കൂടി നമുക്ക് ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. ജയ ജയ യോഗക്ഷേമം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ജയ് യോഗക്ഷേമം. ഗുഡ് നൈറ്റ്. നല്ലൊരു റിപ്പോർട്ടർ ഓക്കെ.